ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. എല്ലാവരും എത്തിയോ? ഇന്ന് നമുക്ക് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് ചാപ്റ്ററിന്റെ PYQ ക്വസ്റ്റ്യൻ സീരീസ് ഡിസ്കഷൻ ആണ് ഉള്ളത്. നമുക്കറിയാം ഹ്യൂമൻ റീപ്രൊഡക്ഷനും റീപ്രൊഡക്റ്റീവ് ഹെൽത്തും നമ്മൾ കമ്പൈൻഡ് ആയിട്ട് രണ്ട് ചാപ്റ്റേഴ്സ് എടുക്കുകയാണെങ്കിൽ നീറ്റിന് ഒരുപാടധികം ക്വസ്റ്റ്യൻസ് വരുന്ന ചാപ്റ്റേഴ്സ് ആണ്. ലൈക്ക് ഹ്യൂമൻ റീപ്രൊഡക്ഷൻ പഠിച്ചാലാണ് പ്രോപ്പർ ആയിട്ട് നമുക്ക് റീപ്രൊഡക്റ്റീവ് ഹെൽത്തിലെ ക്വസ്റ്റ്യൻസും ചെയ്യാൻ പറ്റുക. സോ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ ഓൺ ആൻ ആവറേജ് നമുക്ക് പറയാം 4 to 5 ക്വസ്റ്റ്യൻസ് ആൻഡ് 1 to 2 ക്വസ്റ്റ്യൻസ് ഫ്രം റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്നുള്ള രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്, എന്നാൽ വളരെ ഷോർട്ട് ആയിട്ടുള്ള ചാപ്റ്റർ ആണ് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്. അപ്പൊ നമ്മൾ ഇന്ന് അടിപൊളിയായിട്ട് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് ചാപ്റ്റർ ആണ് ഡിസ്കസ് ചെയ്യാട്ടോ. ഹായ് ഹലോ ഗുഡ് മോർണിംഗ് ഗൈസ്. ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ്. ഇന്ന് ഞാൻ എനിക്ക് തന്നെ കുറച്ച് മെച്യൂരിറ്റി ഒക്കെ വരട്ടെ എന്ന് വിചാരിച്ച് കണ്ണടയൊക്കെ വെച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് രേഖപ്പെടുത്താട്ടോ. അപ്പോ ഹായ് ആൽഫ, ഹായ് ഗുലാബി, ഹായ് ദീക്ഷ, എല്ലാവർക്കും സുഖല്ലേ? അടിപൊളിയല്ലേ? അപ്പോ എനിക്ക് തോന്നുന്നു മോസ്റ്റ് ഓഫ് യു ആർ ദെയർ ഇൻ അവർ XPL ബാച്ച്. എങ്കിൽ തന്നെയും XPL ബാച്ച് അറിഞ്ഞൂടാത്ത നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ അവർക്കും ഷെയർ ചെയ്യുക. XPL ബാച്ചിന് ഇപ്പോ ന്യൂ ഇയർ ഓഫർ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ XPL ബാച്ച് ഇപ്പൊ പർച്ചേസ് ചെയ്യുന്നവർക്ക് 15% ഫ്ലാറ്റ് ഡിസ്കൗണ്ട് ഉണ്ട്. അപ്പോ റിവിഷൻ ഇനിയും സ്റ്റാർട്ട് ചെയ്യാത്ത, മെയിൻലി ഇത് +2 ബാച്ചിലെ കുട്ടികളോട് ഞാൻ പറയും, റിവിഷൻ ഇനിയും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, നിങ്ങൾ ഇതുവരെ നീറ്റ് പ്രിപ്പറേഷനിലേക്ക് ഫോക്കസ് ചെയ്തില്ലെങ്കിൽ ദിസ് ഇസ് യുവർ ബെസ്റ്റ് ടൈം ടു സ്റ്റാർട്ട് ഇറ്റ്. ഓൾസോ ദേ നമുക്ക് നമ്മുടെ മക്കൾക്കായി എടാ സോഡാ കുപ്പിയായി എന്ന് പറഞ്ഞ് നിങ്ങൾ ആകെ മാനസികമായി വിഷമിപ്പിച്ചല്ലോ ഗുലാബി. ഇനിയിപ്പൊ എന്താ ചെയ്യാ? ശരിക്കും പറഞ്ഞ ഐസ് ട്രെയിൻ ഉള്ളതുകൊണ്ട് ഈ ബ്ലൂ ലൈറ്റ് ഫിൽറ്റർ മാത്രമാണ് വെച്ചിരിക്കുന്നത്. അല്ലാതെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് കണ്ണാടി വെക്കേണ്ട ആവശ്യമുള്ള, എനിക്ക് കണ്ണ് കാണാൻ പറ്റും. അപ്പോ XTS നമ്മുടെ സൈലം ടെസ്റ്റ് സീരീസും മാത്രമായിട്ട് പർച്ചേസ് ചെയ്യാം. ഇത് ഇപ്പം XPL ബാച്ചില് ഓൺഗോയിങ് ആയിട്ടുള്ള കുട്ടികൾക്ക് ഓൾറെഡി സൈലം ടെസ്റ്റ് സീരീസ് എല്ലാം ഫ്രീ ആണ്. എങ്കിൽ ചില ആൾക്കാർക്ക് ഒക്കെ ടെസ്റ്റ് സീരീസ് മാത്രം മതി, നിങ്ങളെ എക്സാംസിന് മാത്രം എഴുതിയാൽ മതി, നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങളുടെ കൺസെപ്റ്റ് ഭയങ്കര ക്ലാരിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ദേ ഈ ഒരു ഓപ്ഷനിലേക്ക് ചൂസ് ചെയ്യാം, വിച്ച് ഇസ് XTS സൈലം ടെസ്റ്റ് സീരീസ് മാത്രം. നൗ ഇറ്റ്സ് ഗോയിങ് ഇൻ 1999 നമ്മളിപ്പോ അത് പർച്ചേസ് ചെയ്യാൻ പറ്റാട്ടോ. ഗുലാബി ആകമാനം എന്നെ അപമാനിച്ച ശേഷം ഇനി എല്ലാരും പച്ചക്കുതിരയല്ലേ വിളിക്കുള്ളൂ. ഞാൻ എങ്ങനെ കണ്ണാടി വെച്ച് ക്ലാസ് എടുക്കാം? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നേരെ നമ്മുടെ ടോപ്പിക്കിലേക്ക് പോവാം. സോ ഫസ്റ്റ് നമ്മൾ ചെയ്യുക ആസ് യൂഷ്വൽ മൈൻഡ് മാപ്പ് ആണ്. അപ്പൊ എല്ലാരും ഭയങ്കര ആക്റ്റീവ് ആയിട്ട് തന്നെ ഇരിക്കുക. നമുക്ക് മൈൻഡ് മാപ്പിലേക്ക് ഫസ്റ്റ് മൂവ് ചെയ്യാം കേട്ടോ. ആദ്യമായിട്ട് കണ്ണാടി വെച്ചുകൊണ്ട് എനിക്ക് നിങ്ങളെയൊക്കെ കാണാൻ ഇപ്പൊ ഇതിലൂടെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ശരിക്കും ഇങ്ങനെ നോക്കിയാൽ നല്ലോണം കാണാമെന്ന് തോന്നുന്നു. അപ്പൊ നമുക്ക് ഡേ തുടങ്ങിക്കളയാം. മൈൻഡ് മാപ്പില് ഫസ്റ്റ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത് വാട്ട് ഈസ് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പൊ എന്താണ് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് അല്ലെ മക്കളെ? നിങ്ങൾക്ക് ഓർമ്മയില്ലേ എന്താണ് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന് നമ്മൾ ഫസ്റ്റ് പറയാം. അപ്പോ ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് ദ സ്റ്റേറ്റ് ഓഫ്, നമ്മൾ പറയും ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ദ സ്റ്റേറ്റ് വെയർ യു ഹാവ് കംപ്ലീറ്റ് ഫങ്ഷണൽ ഓർഗൻസ് മാത്രം പോവാതെ ബിഹേവിയർ, അതുപോലെ തന്നെ സോഷ്യൽ ആസ്പെക്ട്സിലും റീപ്രൊഡക്റ്റീവ്ലി ഹെൽത്തി ആണെങ്കിൽ മാത്രമാണ് നമ്മൾ ഒരു പേഴ്സണെ റീപ്രൊഡക്റ്റീവ്ലി ഹെൽത്തി എന്ന് വിളിക്കുക അല്ലെ. ഫസ്റ്റ് നമ്മുടെ ഇന്ത്യ ആണ് എന്ത് ചെയ്തത്, 19 ലൈക്ക് വിച്ച് ഇയർ ഫാമിലി പ്ലാനിങ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്ത ഇയർ ഒന്ന് വേഗം ഇട്ട് എല്ലാരും. ഫാമിലി പ്ലാനിങ് പ്രോഗ്രാം ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത രാജ്യം നമ്മുടെ രാജ്യമാണ്. ഇൻ വിച്ച് ഇയർ? ഫസ്റ്റ് ഫാമിലി പ്ലാനിങ് പ്രോഗ്രാമിനെ കുറിച്ച് പറഞ്ഞേച്ചാണ് നമ്മുടെ RCHലേക്ക് വരിക. ദാറ്റ് ഈസ് റീപ്രൊഡക്റ്റീവ് ചൈൽഡ് ഹെൽത്ത് കെയർ പ്രോഗ്രാം. 2 ദിവസമായിട്ട് പനിയാണ്. ഇന്നിപ്പോ നമ്മൾ എന്ത് ചെയ്തു, യെസ് 1951 ഇന്നിപ്പോ ചുമയിലേക്ക് അത് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനുശേഷം നമ്മൾ പറഞ്ഞു RCH റീപ്രൊഡക്റ്റീവ് ചൈൽഡ് ഹെൽത്ത് കെയർ പ്രോഗ്രാംസിലേക്ക് ഇതിനെ റീനെയിം ചെയ്യാണ് ചെയ്തത്. അപ്പൊ റീപ്രൊഡക്റ്റീവ് ചൈൽഡ് ഹെൽത്ത് കെയർ പ്രോഗ്രാം നമ്മൾ റീനെയിം ചെയ്തപ്പോഴേക്കും നമുക്കറിയും ഈ പ്രോഗ്രാമില് നമ്മൾ കുറച്ചും കൂടെ ആസ്പെക്ട്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അല്ലെ.
നമ്മൾ എന്ത് ചെയ്തു, അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്ന ആസ്പെക്ട് കൊണ്ടുവന്നു. അതുപോലെ തന്നെ സോഷ്യൽ ഈവൽസിന് എഗൻസ്റ്റ് ആയിട്ടുള്ള പ്രോട്ടോകോൾസ് കൊണ്ടുവന്നു. നമ്മൾ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി കൊണ്ടുവന്നു. നമുക്ക് പ്രീനേറ്റൽ പോസ്റ്റ്നേറ്റൽ കെയറിനൊക്കെ ആവശ്യമുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി കൊണ്ടുവന്നു. പിന്നെ ലീഗൽ സൈഡിൽ അമിനിയോസിന്തസിസ് ബാൻ ചെയ്യുക, അതുപോലെ ലീഗൽ ഏജ് ഓഫ് മാരേജ് റൈസ് ചെയ്യുക, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തതാണ് RCH എന്ന് പറയുന്ന പ്രോഗ്രാം. അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുക. അത് എന്തിനൊക്കെ വേണ്ടി? ട്രീറ്റ്മെന്റ്സിന് വേണ്ടി, ലൈക്ക് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി, പ്രീനേറ്റൽ പോസ്റ്റ്നേറ്റൽ കെയർ കൊടുക്കാൻ വേണ്ടി, ചൈൽഡ് ഇമ്മ്യൂണൈസേഷന് വേണ്ടി. പിന്നെ നമുക്കറിയാം ലീഗൽ ആസ്പെക്ട്സിലേക്ക് വരാൻ നേരത്ത് നമ്മളുടെ ലീഗൽ ഏജ് ഓഫ് മാരേജ് റൈസ് ചെയ്യുക, 18 ഇൻ എ ഫീമെയിൽ ആൻഡ് 21 ഇൻ എ മെയിൽ ആക്കുക. അതുപോലെ തന്നെ അമിനിയോസിന്തസിസിനെ സെക്സ് ഡിറ്റർമിനേഷന് വേണ്ടി നമ്മൾ ബാൻ ചെയ്യുക. ആൻഡ് ഫൈനലി എനിക്ക് പറയാവുന്ന ഒരു കാര്യമാണ്, യെസ്, റിസർച്ച് ആസ്പെക്റ്റിലും നമ്മൾ എന്ത് ചെയ്തു, പൈസ മുടക്കാൻ തുടങ്ങി. അങ്ങനെയാണ് നമ്മുടെ സെൻട്രൽ ഡ്രഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ത് കണ്ടുപിടിച്ചത്? സഹേലി എന്ന് പറയുന്ന നോൺ സ്റ്റിറോയിഡൽ കോൺട്രസെപ്റ്റീവ് പിൽസ് കണ്ടുപിടിച്ചത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു RCHന്റെ ഒരു വാട്ട് ആർ ദ ഡിഫറെന്റ് സ്റ്റെപ്സ് ഇറ്റ് ഹാവ് ടേക്കൺ. അപ്പൊ അതിനെ എനിക്ക് സിമ്പിൾ ആയിട്ട് ഇത് ഇങ്ങനെ 4 സ്റ്റെപ്പായിട്ട് എഴുതാൻ പറ്റും. ഇത് ഇത്രയുമാണ് RCH എടുത്ത എന്ത് ചെയ്യുക ഡിഫറെന്റ് സ്റ്റെപ്സ് എന്ന് പറയാ. സ്പെക്സ് ഒന്നും വെച്ചില്ല, കണ്ണൊക്കെ കാണാൻ പറ്റിട്ടാ. ഇത് ജസ്റ്റ് UV ബ്ലോക്കിംഗ് മാത്രമാണ്, ബ്ലൂ ലൈറ്റ് ഫിൽറ്റർ മാത്രമാണ് കേട്ടോ. അപ്പൊ അത് കഴിഞ്ഞേച്ച് നമ്മൾ നേരെ എങ്ങോട്ട് പോയി? നമ്മുടെ ഫാമിലി പ്ലാനിങ്ങിന്റെ RCH പ്രോഗ്രാം കഴിഞ്ഞേച്ച് നമ്മൾ പിന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മളുടെ പോപ്പുലേഷനെ കുറിച്ചാണ്. അപ്പൊ വേൾഡ് പോപ്പുലേഷനും അതുപോലെ തന്നെ ഇന്ത്യൻ പോപ്പുലേഷനും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ 1990s നമ്മൾ നോക്കാൻ നേരത്ത് വേൾഡ് പോപ്പുലേഷൻ എന്ന് പറയുന്നത് 1900 വേൾഡ് പോപ്പുലേഷൻ എന്ന് പറയുന്നത് 2 ബില്യണിലേക്ക് എത്തുന്ന സമയത്തേക്ക് ഇന്ത്യയുടെ പോപ്പുലേഷൻ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇൻഡിപെൻഡൻസ് കഴിഞ്ഞപ്പോൾ 349 മില്യൺ ആണ് വന്നിരുന്നത്. അത് കഴിഞ്ഞേച്ച് വേൾഡ് പോപ്പുലേഷൻ 1990 നേരത്ത് പ്ലമറ്റ് ചെയ്തിട്ട് എത്രയായി? 6 ബില്യൺ ആയി. ആ സമയത്ത് ഇന്ത്യയുടെ പോപ്പുലേഷൻ 1 ബില്യൺ ആണ്. പിന്നെ ലേറ്റർ ഓൺ 7.2 ബില്യൺ വേൾഡ് പോപ്പുലേഷൻ ആയപ്പോൾ ഇന്ത്യയുടെ പോപ്പുലേഷൻ 1.2 ബില്യൺ ആയിട്ട് കൺവേർട്ട് ചെയ്തു. അപ്പൊ ഈ പോപ്പുലേഷന്റെ നമ്പേഴ്സ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അത് കഴിഞ്ഞേച്ച് ഇന്ത്യയുടെ പോപ്പുലേഷൻ ഗ്രോത്ത് നമുക്കറിയാം, ഗ്രേറ്റർ ലൈക്ക് വി സേ ലെസ് ദാൻ 2%, ദാറ്റ് ഈസ് 2% per 1000 per year എന്നുള്ള രീതിയിലാണ് നമ്മുടെ ബർത്ത് റേറ്റ് വരുന്നത്. ഈവൻ ദെൻ വി ആർ ഇൻ എ പ്ലമറ്റിംഗ് റേറ്റ് അല്ലെ, നമ്മളെ പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യാണ്. വൈ? ഇന്ത്യൻ population rate, growth rate is increasing. അടുത്ത നമ്മുടെ ഒരു പോയിന്റ് അതാണ്, എന്തുകൊണ്ട് ഇന്ത്യയുടെ പോപ്പുലേഷൻ റേറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, പ്ലമറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ റീസൺസ് നമ്മൾ പറയുന്നുണ്ട്. ആസ് പെർ RCH എല്ലാ കാര്യങ്ങളും നല്ലതാണെങ്കിലും ബേസിക്കലി ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി ഒക്കെ ഇൻക്രീസ് ചെയ്തപ്പോൾ ബെറ്റർ ലൈഫ് സ്റ്റൈൽ കാരണം നമ്മളുടെ ഡെത്ത് റേറ്റ് കുറഞ്ഞു. ഡെത്ത് റേറ്റ് എന്ന് പറയുന്ന പല ആസ്പെക്റ്റിൽ ഡെത്ത് റേറ്റ് കുറഞ്ഞു. നമ്മളുടെ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് കുറഞ്ഞു, മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് കുറഞ്ഞു, നോർമൽ നേറ്റാലിറ്റി റേറ്റ് കുറഞ്ഞു, ലൈഫ് സ്പാൻ ഇൻക്രീസ് ചെയ്തു. അത് കഴിഞ്ഞേച്ച് നമുക്ക് പറയാൻ പറ്റുന്ന അടുത്ത കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ റീപ്രൊഡ്യൂസബിൾ ഏജ് ഗ്രൂപ്പിലാണ് ഉള്ളത്, വിച്ച് ഇസ് വൈ ഇന്ത്യൻ പോപ്പുലേഷൻ ഗ്രോത്ത് ഇസ് ഇൻക്രീസിങ്. എന്നാലും അതിനെ കേർബ് ചെയ്യാൻ വേണ്ടി ശരിക്കും നമ്മൾ കുറെ സ്റ്റെപ്പുകൾ എടുത്തിട്ടുണ്ട്. മാരേജബിൾ ഏജ് ഗ്രൂപ്പ് കൂട്ടാന്നുള്ളത്, അതുപോലെ തന്നെ സ്മോൾ ഫാമിലി പ്ലാൻസ് അല്ലെ, ഹം ദോ ഹമാര ഏക് പോലുള്ള സ്ലോഗൻസ് വെക്കുക. പിന്നെ ചെറിയ ഫാമിലീസ് ലൈക്ക് വിത്ത് 1 ചൈൽഡ് ഒക്കെ ഉള്ളവർക്ക് ഇൻസെന്റീവ്സ് ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുക, ബൈ വിച്ച് ആക്ച്വലി വി ആർ ഇംപ്രൂവിങ് അവർ പോപ്പുലേഷൻ ഗ്രോത്ത്, അല്ലെങ്കിൽ പോപ്പുലേഷൻ ഗ്രോത്തിനെ കുറച്ചും കൂടെ ഒന്ന് നമ്മൾ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ. സോ വാട്ട് ആർ ദ സ്റ്റെപ്സ് ടു റെഡ്യൂസ് പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ് എന്നുള്ളത് നമുക്കിവിടെ ആഡ് ചെയ്യാം. അപ്പൊ ഇതാണ് ഫസ്റ്റ് നമ്മളുടെ ഇൻട്രോഡക്ടറി പാർട്ടിന്റെ ഒരു മൈൻഡ് മാപ്പ് എന്ന് പറയും.
ഇനി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ഇതാണ് പാർട്ട് 1. അപ്പൊ ഞാൻ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം. ഇത് പാർട്ട് 1 ആണ്. നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഓരോ ടോപ്പിക്കിൽ നിന്നും എങ്ങനെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടോ എന്ന് വരെ ചെക്ക് ചെയ്യാം കേട്ടോ. അപ്പൊ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് പാർട്ട് 2യിലേക്കാണ്. പാർട്ട് 2 എന്ന് പറയുന്നതാണ് കോൺട്രസെപ്റ്റീവ്സ്. ആക്ച്വലി നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുക എന്താണ് കോൺട്രസെപ്റ്റീവ്സിന്റെ ഒരു നോർമൽ how contraceptives are actually what a normal contraceptive should be like അല്ലെ, അല്ലെങ്കിൽ ഐഡിയൽ കോൺട്രസെപ്റ്റീവിന്റെ ഒരു വാട്ട് ആർ ദ ക്രൈറ്റീരിയസ് ഫോർ ആൻ ഐഡിയൽ കോൺട്രസെപ്റ്റീവ്. നമുക്കറിയാം യൂസർ ഫ്രണ്ട്ലി ആയിരിക്കണം, എഫക്റ്റീവ് ആയിരിക്കണം, അവിടെ സൈഡ് എഫക്ട്സ് വളരെ കുറവായിരിക്കണം, സെക്ഷൽ ഇന്റർകോഴ്സ് എന്ന് പറയുന്ന പ്രോസസ്സിനെ ഒരിക്കലും ഇന്റർഫിയർ ചെയ്യാൻ പാടില്ല, പിന്നെ ഈസിലി ആക്സസബിൾ ആയിരിക്കണം, ലോ കോസ്റ്റ് ആയിരിക്കണം. അപ്പൊ ഇതെല്ലാമാണ് നമ്മുടെ മേജർ ക്രൈറ്റീരിയ. റിവേഴ്സിബിളും ആയിരിക്കണം. പക്ഷെ എങ്കിൽ തന്നെയും വി ഹാവ് ഇറവേഴ്സിബിൾ കോൺട്രസെപ്റ്റീവ്. എൻ ടുവേർഡ്സ് നമ്മൾ ആലോചിക്കുന്ന ഇറവേഴ്സിബിൾ കോൺട്രസെപ്റ്റീവ് ആണ് സർജിക്കൽ മെത്തേഡ്സ്, ബട്ട് മോസ്റ്റ് ഓഫ് ദം ആർ റിവേഴ്സിബിൾ കോൺട്രസെപ്റ്റീവ്സ്. ഇവിടെ ബിഫോർ കോയിറ്റസ് നമ്മൾ യൂസ് ചെയ്യുന്ന കോൺട്രസെപ്റ്റീവ്സ് ആണ് മോസ്റ്റ്ലി ഉള്ളത്. അതിൽ ആദ്യം വരുന്നതാണ് നാച്ചുറൽ മെത്തേഡ്. നാച്ചുറൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, വി ആക്ച്വലി പ്രിവെന്റ് ദ ഓവം ഫ്രം ഫെർട്ടിലൈസിങ് ദി being fertilized by the sperm. ഇവരുടെ ഒരു കോണ്ടാക്ട് അവോയ്ഡ് ചെയ്യുക എന്ന് പറയുന്നതാണ് നമ്മുടെ ആദ്യത്തെ മെത്തേഡ് എന്ന് പറയാം. അപ്പൊ കോൺട്രസെപ്റ്റീവ്സിലെ ആദ്യം റിവേഴ്സിബിളിൽ തന്നെ എനിക്ക് പറയാവുന്നതാണ് നാച്ചുറൽ മെത്തേഡ്. നാച്ചുറൽ മെത്തേഡിൽ 3 പേരാണുള്ളത്. നിങ്ങൾ ഓർത്തു കഴിഞ്ഞാൽ ഏതൊക്കെയാണ് മക്കളെ? നമ്മുടെ periodic abstinence, coitus interruptus, and of course lactational amenorrhea. അല്ലെ, അപ്പൊ നമുക്ക് പറയാം rhythm method. Yes ma'am, rhythm method natural method ആണ്. rhythm method എന്ന് പറയുന്നതാണ് periodic abstinence. periodic abstinence ന്റെ മറ്റൊരു നെയിം ആണ് rhythm method. വെരി ഗുഡ് ഗുലാബി. ഇപ്പൊ അത് മെൻഷൻ ചെയ്തുകൊണ്ട് എനിക്ക് ഇവിടെ പറയാൻ പറ്റി. ഇറ്റ് ഈസ് അതർവൈസ് കോൾഡ് ആസ് rhythm method. കാരണം yes we have a particular rhythm for our whole നാച്ചുറൽ മെത്തേഡ്സ് അല്ല പീരിയോഡിക് അബ്സ്റ്റിനൻസ്. കാരണം നമുക്കറിയാം നോർമലി 10 to 17 ഡേ ആണ് നമ്മളുടെ ഫെർട്ടൈൽ വിൻഡോ എന്ന് പറയുന്നത്. ഈ ഫെർട്ടൈൽ വിൻഡോയിൽ ഇഫ് യു സ്റ്റോപ്പ് ഫ്രം ഓർ യു അബ്സ്റ്റൈൻ ഫ്രം കോയിറ്റസ് ദെൻ ദർ ഇസ് ലെസ് ചാൻസസ് ഓഫ് ഹാവിങ് എ ബേബി. അടുത്തത് രണ്ടാമത്തെ കോയിറ്റസ് ഇന്ററപ്റ്റസ് ആണ്, അതർവൈസ് കോൾഡ് ആസ് വിഡ്രോവൽ. നമുക്കറിയാം പെനിസിനെ വജൈനയിൽ നിന്ന് വിഡ്രോ ചെയ്യുന്നു ജസ്റ്റ് ബിഫോർ ഇജാക്കുലേഷൻ. മൂന്നാമത്തെ ലാക്ടേഷണൽ അമ്നോറിയ ആണ്. ഫസ്റ്റ് 6 months ഓഫ് ഇന്റൻസ് ലാക്ടേഷൻ പീരീഡ് പ്രൊലാക്റ്റിൻ ഹൈ ആവുമ്പോൾ അത് GnRH പൾസേഷൻ കുറയ്ക്കുകയും അങ്ങനെ FSH LH കുറയ്ക്കുകയും thereby മെൻസ്ട്രുവേഷനും സ്റ്റോപ്പ് ചെയ്യും, അതുപോലെ തന്നെ ഓവുലേഷനും സ്റ്റോപ്പ് ചെയ്യും. ദാറ്റ് ഈസ് ലാക്ടേഷണൽ അമ്നോറിയ. അങ്ങനെ നാച്ചുറൽ മെത്തേഡ് കഴിഞ്ഞാൽ രണ്ടാമത് നമ്മൾ സംസാരിക്കുന്നത് ബാരിയർ മെത്തേഡ്സിനെ കുറിച്ചാണ്. ബാരിയേഴ്സ് എന്ന് പറയുമ്പോൾ ദേ ആക്ച്വലി ഫിസിക്കലി പ്രിവെന്റ് എന്ത് ചെയ്യും, മീറ്റിംഗ് ഓഫ് ഓവം ആൻഡ് സ്പേം. കാരണം സ്പേമിനെ എന്ത് ചെയ്യില്ല, ഒരിക്കലും സെർവിക്സിന് മുകളിലേക്ക് കടന്നു പോവാൻ സമ്മതിക്കില്ല. ഇവിടെ നമുക്ക് ബാരിയർ മെത്തേഡിൽ ഉള്ളത് കോണ്ടംസും സർവൈക്കൽ വോൾട്ട് ക്യാപ്പ് ആൻഡ് ഡയഫ്രം. മെയിൻലി എനിക്ക് കോണ്ടം സെപ്പറേറ്റ് ആയി എഴുതി ഡയഫ്രം ക്യാപ്പ് വോൾട്ട് ഒന്നിച്ച് എഴുതാൻ കാരണം ഡയഫ്രം ക്യാപ്പ് വോൾട്ട് ഇത് ഫീമെയിൽസിന് മാത്രം യൂസ് ചെയ്യാൻ പറ്റുന്ന, അതും റീയൂസ് ചെയ്യാൻ പറ്റുന്ന കോൺട്രസെപ്റ്റീവ്സ് ആണ്. വേർ കോണ്ടംസ് ആർ വൺ ടൈം യൂസബിൾ കോൺട്രസെപ്റ്റീവ്സ് ആണ് ആൻഡ് ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ബൈ ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ. നിരോധ ഒരു പോപ്പുലർ ബ്രാൻഡ് ആണ്. ആൻഡ് the main thing about this is condoms മാത്രമാണ് the only contraceptive which can prevent STI. STI നെ completely prevent ചെയ്യാൻ പറ്റുന്നത് കോണ്ടത്തിന് മാത്രമാണ്. നോട്ട് ബാരിയർ മെത്തേഡ് ആസ് ടുഗദർ. സെർവൈക്കൽ കാപ്പിനോ വോൾട്ടിനോ ഡയഫ്രത്തിനോ പറ്റത്തില്ല, പക്ഷെ കോണ്ടംസിന് പറ്റും. അങ്ങനെ ബാരിയർ മെത്തേഡും കഴിഞ്ഞേച്ച് അടുത്ത നമ്മൾ വരുന്നത് IUDs,
ഇൻട്രായൂട്ടൈൻ ഡിവൈസസ്. നമുക്കറിയാം ഇതിന്റെ പ്രൈവസി പാർട്ട് കുറച്ച് കോംപ്രമൈസ്ഡ് ആണ്. കാരണം ഒരു എക്സ്പേർട്ട് ഡോക്ടർ അല്ലെങ്കിൽ എക്സ്പേർട്ട് നഴ്സ് അല്ലെങ്കിൽ ഒരു ഡോക്ടർ ഇൻസേർട്ട് ചെയ്യാനുള്ളതാണ് IUDs എന്ന് പറയുന്നത്. ആൻഡ് ദേ ബേസിക്കലി അപ്ലൈസ് ഇൻ ദ യൂട്രസ്, enhances the phagocytosis of sperm. ഇതിൽ തന്നെ ലിപ്പീസ് ലൂപ്പ് ഉണ്ട്, നോൺ മെഡിക്കേറ്റഡ് ആണ്. നോൺ മെഡിക്കേറ്റഡ് IUD ജസ്റ്റ് ഫാഗോസൈറ്റോസിസ് മാത്രമേ ചെയ്യത്തുള്ളൂ. എന്നാൽ കോപ്പർ റിലീസിങ് IUD യെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ദേ ക്യാൻ ആക്ച്വലി എന്ത് ചെയ്യാൻ പറ്റും, സ്പേമിന്റെ മോട്ടിലിറ്റിയും ഫെർട്ടിലൈസിങ് കപ്പാസിറ്റിയും കുറയ്ക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾക്കുള്ള ചോദ്യം ഇതാണ്, കോപ്പർ റിലീസിങ് IUDസിന്റെ എക്സാമ്പിൾസ് തരാം. എക്സാമ്പിൾസ് ആണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാം. അപ്പൊ എക്സാമ്പിൾസ് ഒന്ന് വേഗം ടൈപ്പ് ചെയ്തിട്ട്. അപ്പൊ കോപ്പർ റിലീസിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കുള്ളത് ഹോർമോൺ റിലീസിങ് IUD ആണ്. ഹോർമോൺ റിലീസിങ് IUDയിൽ സാധാരണ പ്രൊജസ്റ്റാസേർട്ട് അല്ലെങ്കിൽ LNG-20 എന്ന് പറയുന്നത് പ്രൊജസ്ട്രോണിനെയാണ് റിലീസ് ചെയ്യുക. ഹൈ എമൗണ്ട് പ്രൊജസ്ട്രോണിനെയാണ് അല്ലെങ്കിൽ ലിവാജിസ്ട്രോൾ എന്ന് നമ്മൾ വിളിക്കുന്ന പ്രൊജസ്ട്രോണിന്റെ സിന്തറ്റിക് ഫോമിനെയാണ് റിലീസ് ചെയ്യുക. What they do is they will prevent the implantation of fertilized egg in the implantation prevent ചെയ്യും. കാരണം അത് എന്ത് ചെയ്യും, എൻഡോമെട്രിയത്തിനെ അൺസ്യൂട്ടബിൾ ഫോർ ഇംപ്ലാന്റേഷൻ ആക്കും. ഓൾസോ സർവൈക്കൽ മ്യൂക്കസിനെ തിക്കാക്കിക്കൊണ്ട് സ്പേം എൻട്രി ടു ദ യൂട്രസിനെയും പ്രിവെന്റ് ചെയ്യും. അപ്പൊ ഇങ്ങനെ പറയുമ്പോൾ ദീസ് ആർ ഹോർമോൺ റിലീസിങ് IUDs, whereas you have LNG-20. കോപ്പർ റിലീസിങ് IUDs ഏതൊക്കെയാ? യെസ്, കോപ്പർ 7, കോപ്പർ T ആൻഡ് മൾട്ടിലോഡ് 375. അപ്പൊ ഇവരുടെ മെക്കാനിസം ഓഫ് ആക്ഷൻ കുറച്ച് ഡിഫറെന്റ് ആണ്. എവറി IUD ഫാഗോസൈറ്റോസിസ്, ലിപ്പീസ് ലൂപ്പ് only ഫാഗോസൈറ്റോസിസ്, കോപ്പർ റിലീസിങ് സ്പേം മോട്ടിലിറ്റി ഫെർട്ടിലൈസിങ് കപ്പാസിറ്റിയെ കുറയ്ക്കും, ഹോർമോൺ റിലീസിങ് എൻഡോമെട്രിയത്തിനെ അൺസ്യൂട്ടബിൾ ഫോർ ഇംപ്ലാന്റേഷൻ ആവും, സെർവാക്കൽ മ്യൂക്കസിനെ തിക്കാക്കും, സോ ദാറ്റ് സ്പേം എൻട്രി ഈസ് ബീങ് പ്രിവെന്റഡ്. ഇനി നമ്മൾ IUDസിൽ നിന്ന് നേരെ പോകുന്നത് പിൽസിലേക്കാണ്. പിൽസ് അത് മെഡിസിൻസ് ടേക്കൺസ് അല്ലെ. ഇവൻ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. സ്റ്റിറോയിഡലും ഉണ്ട്, നോൺ സ്റ്റിറോയിഡലും ഉണ്ട്. നമ്മൾ ആദ്യം പറയുക സ്റ്റിറോയിഡലാണ്. സ്റ്റിറോയിഡ് എന്ന് പറയുമ്പോൾ ഈസ്ട്രോജൻ പ്രൊജസ്ട്രോൺ കോമ്പിനേഷൻ അല്ലെങ്കിൽ പ്രൊജസ്ട്രോൺ ഒള്ളി പിൽസ് ആണ്. മിനി പിൽസ്, മാലാഡി എന്നൊക്കെ പറയുന്നതാണ്. ഇവർ കഴിക്കുന്നതിന് തന്നെ ലൈക്ക് റെഗുലർ പിൽസ് ആണ്. ഫസ്റ്റ് 5 days ഓഫ് മെൻസസ് കഴിക്കത്തില്ല. ഫ്രം ദ 5th day സ്റ്റാർട്ട് ചെയ്ത് 21 days കണ്ടിന്യൂ ചെയ്ത് 7 days ഗ്യാപ്പ് കൊടുക്കുന്നു. ആൻഡ് ദാറ്റ് ഇസ് ഹൗ വി ടേക്ക് ദ മെഡിസിൻ. ആക്ച്വലി ഈ മെഡിസിൻസ് ഓവുലേഷനും പ്രിവെന്റ് ചെയ്യും, സെർവൈക്കൽ മ്യൂക്കസിനെ തിക്കാക്കും, അങ്ങനെ സ്പേം എൻട്രി പ്രിവെന്റ് ചെയ്യും, ഓൾസോ എൻഡോമെട്രിയത്തിനെ അൺസ്യൂട്ടബിൾ ഫോർ ഇംപ്ലാന്റേഷൻ ആക്കും. അപ്പൊ ഇവർക്ക് ശരിക്കും ഹോർമോൺ റിലീസിങ് IUDയുടെ ഒരു പടി മുന്നിലാണ് ഓവുലേഷനെയും കൂടെ ഇതിന് എന്ത് ചെയ്യാൻ പറ്റും, ഇൻഹിബിറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഇവർക്ക് ആകെയുള്ള പ്രശ്നം, ഇവരാണ് നമ്മൾ ഈ പറയുന്ന കൂട്ടത്തിൽ കുറച്ചെങ്കിലും സൈഡ് എഫക്ട്സ് ഉള്ളത്. കാരണം ഇവർക്ക് ലൈക്ക് ലോങ് ടേം യൂസിലൊക്കെ ചിലപ്പോൾ ബ്രസ്റ്റ് ക്യാൻസർ വരെ റെയർ കേസസിൽ ഉണ്ടാക്കാൻ കഴിയും. ദേ ക്യാൻ ആക്ച്വലി മേക്ക് ഇൻ ബിറ്റ്വീൻ ബ്ലീഡിങ്സ് ഉണ്ടാക്കാൻ പറ്റും, അതുപോലെ ഇറഗുലർ മെൻസ്ട്രൽ സൈക്കിൾ ഉണ്ടാക്കാൻ പറ്റും, മൂഡ് സ്വിങ്സ് ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ കുറച്ച് സൈഡ് എഫക്ട്സ് ഉണ്ട്. ഇനി നമ്മൾ നേരെ സ്റ്റിറോയിഡൽ നോൺ സ്റ്റിറോയിഡിലേക്ക് പോകുമ്പോൾ നമ്മുടെ ഇന്ത്യയിൽ കണ്ടുപിടിച്ച യെസ് സഹേലിയാണ് ഇവിടെ വരുന്നത്. നോൺ സ്റ്റിറോയിഡൽ IUD പിൽസ് ആണ് ഇവര്. വൺസ് ഇൻ എ വീക്ക് മാത്രം കഴിച്ചാൽ മതി എന്നുള്ള പിൽസ് ആണ്. ആൻഡ് വാട്ട് ദേ ഡു ഇസ് അവർ ഈസ്ട്രോജൻ റിസപ്റ്റേഴ്സിനെ ബ്ലോക്ക് ചെയ്യും. എൻഡോമെട്രിയത്തിൽ ഈസ്ട്രോജൻ റിസപ്റ്റേഴ്സ് ബ്ലോക്ക് ചെയ്താൽ ഈസ്ട്രോജൻ പ്രോളിഫറേറ്റ് ചെയ്യത്തില്ല. സോ ബേസിക്കലി ദേ വിൽ കോസ് they will make the uterus unsuitable for implantation. ഇംപ്ലാന്റേഷന് അൺസ്യൂട്ടബിൾ ആക്കുന്നതാണ് സഹേലിയുടെ മെയിൻ ജോലി. പക്ഷെ അത് വേറൊരു മെക്കാനിസം ആണ്, ഈസ്ട്രോജൻ റിസപ്റ്റേഴ്സിനെ എൻഡോമെട്രിയത്തിലെ ബ്ലോക്ക് ചെയ്യുന്നതാണ്. സോ ഈ മെക്കാനിസംസ് ക്ലിയർ ആയിട്ട് അറിയാം. സോ ആഫ്റ്റർ പിൽസ് വി ഗോ ടു ഇൻജെക്ഷൻസ് ആൻഡ് ഇംപ്ലാന്റ്സ്. ശരിക്കും പിൽസിന്റെ ഒരു ബിഗർ വേർഷൻ ആണ് ഇൻജെക്ഷൻ ആൻഡ് ഇംപ്ലാന്റ് എന്ന് എനിക്ക് പറയാം. ബേസിക്കലി ബിക്കോസ് ഇവിടെ നമ്മൾ ഇൻജെക്ഷൻ ആയിട്ടോ ഇംപ്ലാന്റ് ആയിട്ടോ കൊടുക്കുന്നത് സ്റ്റിറോയിഡ്സ് തന്നെയാണ്, വിച്ച് ഇസ് പ്രൊജസ്ട്രോൺ അലോൺ അല്ലെങ്കിൽ ഈസ്ട്രോജൻ പ്രൊജസ്ട്രോൺ കോമ്പിനേഷൻ ആണ് നമ്മൾ എന്ത് ചെയ്യുക, പിൽസ് ഇൻജെക്ഷൻ ഇംപ്ലാന്റ് ആയിട്ട് കൊടുക്കുക. ഇൻജെക്ഷൻ എന്ന് പറയുമ്പോൾ ഇൻട്രാഡെർമൽ സ്കിന്നിന് തൊട്ട് താഴെ ഇൻജെക്ഷൻ കൊടുക്കുക, അല്ലെങ്കിൽ ഇംപ്ലാന്റ്സ് എന്ന് പറയുന്നത് സ്കിന്നിന് തൊട്ട് താഴെ ഒരു ഡോക്ടർ പ്ലേസ് ചെയ്യുന്നതാണ്. 1 to 5 years കോൺട്രസെപ്റ്റീവ് വാല്യൂ ഉള്ളതാണ് injectionsum implantsum. Again, they can actually prevent ovulation. They can also help in making endometrium unsuitable for implantation. അതുപോലെ തന്നെ cervical mucusനെ അവര് തിക്കാക്കി വെക്കും.
എത്ര ഡേയ്സ് അല്ല, ഇറ്റ് ഈസ് ഫോർ ലൈക്ക് ഇയേഴ്സ് ആണ്. ആക്ച്വലി IUD വെക്കുന്ന പോലെ ഒരു ഗ്യാപ്പിംഗ് മെത്തേഡ് ആയിട്ടാണ് നമ്മൾ ഇഞ്ചക്ഷനും ഇംപ്ലാന്റും യൂസ് ചെയ്യുന്നത്. സോ ദേ ആർ ഹാവിംഗ് എ ലോങ് ഡ്യൂറേഷൻ ഓഫ് എഫക്റ്റീവ്നെസ്. അങ്ങനെ നമ്മളുടെ ശരിക്കും പറഞ്ഞാൽ കോൺട്രസെപ്റ്റീവ്സിലെ തന്നെ ഫസ്റ്റ് പാർട്ടായിട്ടുള്ള റിവേഴ്സിബിൾ കോൺട്രസെപ്റ്റീവ് പറഞ്ഞു. പക്ഷെ ഇവരെല്ലാം ബിഫോർ കോയിറ്റസ് യൂസ് ചെയ്യുന്നതാണ്. എന്നാൽ ആഫ്റ്റർ കോയിറ്റസ് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എമർജൻസി കോൺട്രസെപ്റ്റീവ്. എമർജൻസി കോൺട്രസെപ്റ്റീവില് ശരിക്കും നമ്മൾ IUDയോ അല്ലെങ്കിൽ പിൽസോ ആണ് യൂസ് ചെയ്യുക ആഫ്റ്റർ കോയിറ്റസ് വിത്തിൻ 72 hours ആഫ്റ്റർ കോയിറ്റസ്. സോ ആസ് ടു പ്രിവെന്റ് ഇംപ്ലാന്റേഷൻ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുക. ഇനി എമർജൻസി കോൺട്രസെപ്റ്റീവും കഴിഞ്ഞ് കഴിയുമ്പോൾ വി ഗോ ഫോർ ദി ഇറിവേഴ്സിബിൾ മെത്തേഡ്. ഇറിവേഴ്സിബിൾ മെത്തേഡിൽ നമുക്ക് വരുന്നത് സർജറി ആണ്. സർജറിയിൽ നമുക്ക് മെയിലിനും ഫീമെയിലിനും സർജറി ഉണ്ട്. സോ യു ഹാവ് വാസെക്ടമി ഫോർ മെയിൽ ആൻഡ് ട്യൂബെക്ടമി ഫോർ ഫീമെയിൽ, അല്ലെ? നമുക്കറിയാം വാസെക്ടമി എന്ന് പറയുമ്പോൾ വോസ് ഡിഫറൻസിനെ കട്ടായി ചെയ്യുന്നു, ആൻഡ് ട്യൂബെക്ടമി എന്ന് പറയുമ്പോൾ ഫെലോപ്പിയൻ ട്യൂബിനെ കട്ടായി ചെയ്യുന്നു. ബട്ട് ഇൻ ബോത്ത് ദീസ് കേസസ് ഓവുലേഷനും അതുപോലെ തന്നെ സ്പെർമാറ്റോജെനിസിസും ഒക്കെ നടക്കും, മെൻസ്ട്രുവേഷനും ഒക്കെ നടക്കും. ഓൺലി തിങ് ഇസ് ദ സ്പേം ഈസ് നോട്ട് ഗോയിങ് ഔട്ട് ഓഫ് ദ ബോഡി. അതുപോലെ തന്നെ ട്യൂബെക്ടമി നടക്കുമ്പോഴത്തേക്കും ദ സ്പേം കനോട്ട് ഗോ ആൻഡ് ആക്ച്വലി ഗെറ്റ് ഇൻ ടു ദ പ്ലേസ് വെയർ ദി ഫെർട്ടിലൈസേഷൻ ഹാപ്പൻസ്. കാരണം അവിടെയാണ് നമ്മൾ കട്ട് ആൻഡ് ടൈ ചെയ്യുന്നുണ്ടാവുക. അങ്ങനെ ഇറിവേഴ്സിബിൾ മെത്തേഡ്സ് ഓഫ് കോൺട്രസെപ്റ്റീവും കഴിഞ്ഞ ശേഷം കട്ട് ആൻഡ് ടൈ ചെയ്യുന്ന കേസിലാണെങ്കിലും റിവേഴ്സിബിലിറ്റി കട്ട് ആൻഡ് ടൈ ആണ് ചെയ്യുക, ജസ്റ്റ് ടൈ അല്ല ചെയ്യുക, കട്ട് ആൻഡ് ടൈ ആണ് ചെയ്യുക. യു കട്ട് ദ വാസ് ഡിഫറൻസ്, ദെൻ യു ടൈ ഇറ്റ്. അതിനെ ഇങ്ങനെ റിവേഴ്സ് ചെയ്ത് ടൈ ചെയ്യാണ്. റിവേഴ്സിബിലിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദർ ഈസ് റിവേഴ്സിബിലിറ്റി. സർജിക്കൽ റിവേഴ്സിബിലിറ്റി ഒക്കെ പോസിബിൾ ആണ്, ഇമ്പോസിബിൾ എന്നൊന്നും അല്ല. പക്ഷെ നിങ്ങൾ ഇപ്പൊ പഠിക്കുമ്പോൾ യു ഹാവ് ടു സ്റ്റഡി ഇറ്റ് ആസ് റിവേഴ്സിബിലിറ്റി ഭയങ്കര കുറവാണ്. ബേസിക്കലി ഫീമെയിൽസിന്റെ കേസിലുള്ള ട്യൂബെക്ടമിയുടെ റിവേഴ്സിബിലിറ്റി ആണ് കുറച്ച് ഇഷ്യൂ ആയിട്ടുള്ളത്. കാരണം റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാലും സർജിക്കൽ സ്കാർ ഉള്ളത് കൊണ്ട് തന്നെ there is a chance of fallopian tube implantation. നമ്മൾ അതിന് എന്താ പറയുക, we call it as like from out of the site implantations ഒക്കെ നടക്കാൻ സാധ്യതയുണ്ട്. So we don't prefer that until and unless you have no other option. അപ്പോൾ ഇത് ഇത്രയും പറഞ്ഞ ശേഷം we go to the next part. So part 3 എന്ന് എനിക്ക് വിളിക്കാം. ഇവിടെ നമ്മൾ MTP ആണ് ഡിസ്കസ് ചെയ്യുക, മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി. ആക്ച്വലി എന്താണ് MTP ഒരു കോൺട്രസെപ്റ്റീവ് ആണോ, അതാണ് നമുക്ക് ആദ്യം വരുന്ന ഡൗട്ട്. ഇറ്റ്സ് നോട്ട് എ കോൺട്രസെപ്റ്റീവ്. കോൺട്രസെപ്റ്റീവ് എന്ന് പറയുന്നത് അൺവാണ്ടഡ് പ്രഗ്നൻസി അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ്. ഇവിടെ ഓൾറെഡി പ്രഗ്നൻസി നടന്നു, വി ആർ ആക്ച്വലി ടെർമിനേറ്റിംഗ് ദ പ്രഗ്നൻസി ബിഫോർ ഇറ്റ്സ് കംപ്ലീറ്റ് ഗസ്റ്റേഷൻ പീരീഡ്. ഗസ്റ്റേഷൻ പീരീഡ് ആയിട്ടുള്ള 9 months മുമ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഇവിടെ പ്രഗ്നൻസിനെ ടെർമിനേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നുണ്ടാവുക. അപ്പോ MTP സാധാരണയായിട്ട് നമ്മൾ ചെയ്യുന്നത് പിന്നെ നോർമലി ഇന്ത്യയിൽ അത് ലീഗലൈസ് ചെയ്യുന്നത് 1972 പണ്ട് കാലങ്ങളിൽ നമ്മുടെ രാജ്യത്ത് ഫീമെയിൽ ഫീറ്റിസൈഡിന് വേണ്ടിയാണ് കൂടുതൽ MTP എന്ത് ചെയ്തിരുന്നത്, അബ്യൂസ് ചെയ്തിരുന്നത്. കാരണം നമുക്കറിയാം വിത്തിൻ ദ സെക്കൻഡ് ട്രൈമസ്റ്റർ നമുക്ക് സെക്സ് ഡിറ്റർമിനേഷൻ ചെയ്യാൻ വേണ്ടി അമിനിയോസിന്തസിസ് ചെയ്യാൻ പറ്റും. അങ്ങനെ അമിനിയോസിന്തസിസ് ചെയ്തിട്ട് ആൾക്കാർ ഫീമെയിൽ ആണെന്ന് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ദേ ഗോ ഫോർ അബോർഷൻ. അപ്പൊ ഫീമെയിൽ ഫീറ്റിസൈഡ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയാണ് ശരിക്കും പറഞ്ഞാല് MTP എന്ത് ചെയ്തത്, ലീഗലൈസ് ചെയ്തത് 1971 ലീഗലൈസ് ചെയ്യുന്നത്. ഇനി ലീഗലൈസ് ചെയ്യുമ്പോൾ that doesn't mean like you cannot go for an MTP. ഫസ്റ്റ് ട്രൈമസ്റ്ററിലാണ് വിത്തിൻ 3 months ആണെങ്കിൽ ഒരു ഡോക്ടറിന്റെ സർട്ടിഫിക്കറ്റിൽ യു ക്യാൻ ആക്ച്വലി ഗോ ഫോർ an MTP ഇഫ് ഇറ്റ് ഈസ് ഫോർ കാഷ്വൽ സെക്ഷൽ ഇന്റർകോഴ്സ് വഴിയാണ്, അല്ലെങ്കിൽ കോൺട്രസെപ്റ്റീവ് ഫെയിലിയർ ആണ് റീസൺ ആയിട്ടുള്ളത്, റേപ്പ് കേസസ് ആണ്, ഓർ ഈവൻ ഇഫ് ദ മദർ ഓർ ചൈൽഡ് ഈസ് ഹാവിംഗ് എനി ഹെൽത്ത് കണ്ടീഷൻ, ഈ എല്ലാ കേസസിലും MTP പോസിബിൾ ആണ്. ബട്ട് ഓൺലി തിങ് ഇസ് ഇഫ് യു ആർ ഗോയിങ് ഫോർ ദ സെക്കൻഡ് ട്രൈമസ്റ്റർ എന്ന് പറയുമ്പോൾ 3 to 6 months സമയത്ത് റിയലി MTPs ആർ എ ബിറ്റ് മോർ ഡേഞ്ചറസ്. അതുകൊണ്ട് തന്നെ ആ കേസിൽ 2 ഡോക്ടേഴ്സിന്റെ സർട്ടിഫിക്കറ്റിൽ only the case situation where MTP is possible is when mother or fetus is really risking their health on this pregnancy part. അപ്പോ MTP നമ്മൾ അതിന്റെ സേഫ് ടൈം അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഇയർ ഓഫ് ലീഗലൈസേഷൻ,
അതുപോലെ തന്നെ ക്രൈറ്റീരിയ. ഇതാണ് നിങ്ങൾ അറിഞ്ഞിരിക്കാനുള്ളത്. ഓക്കെ, യെസ്, ഇപ്പൊ ഫീമെയിൽ ഫീറ്റസൈഡ് ചെയ്യാൻ പോസിബിൾ അല്ല, കാരണം ഫീമെയിൽ ഫീറ്റസ് ആണ് നമ്മുടെ അകത്തുള്ളതെന്ന് അറിയാൻ പറ്റില്ല ആൽഫ, ബിക്കോസ് ബേസിക്കലി വി ഹാവ് ബാൻഡ് സെക്സ് ഡിറ്റർമിനേഷൻ ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ സെക്സ് ഡിറ്റർമിനേഷൻ പോസിബിൾ അല്ല. സോ ഇഫ് ഐ ആം ഗെറ്റിംഗ് pregnant, you can go for an MTP on any case, but you cannot know the sex of the child. Sex of the child നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല. സെക്സ് ഡിറ്റർമിനേഷൻ ഈസ് ബാൻഡ് ഇൻ ഇന്ത്യ. ഓക്കെ, ഇനി MTP കഴിഞ്ഞ് അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് STI ആണ്. STI സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻ, അല്ലെങ്കിൽ STD സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ്, അല്ലെങ്കിൽ വെനീറൽ ഡിസീസസ്, അല്ലെങ്കിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്ട് ഇൻഫെക്ഷൻ, പല പേരിൽ നമ്മൾ STIസിനെ പറയാറുണ്ട്. സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസസിൽ ഇവിടെ നിങ്ങൾക്ക് ഓരോ ഡിസീസിന്റെ സിംറ്റംസ് ഒന്നും പഠിക്കാനൊന്നുമില്ല, ബട്ട് ബേസിക്കലി നിങ്ങൾ അറിഞ്ഞിരിക്കാനുള്ളത് കുറച്ച് കാര്യങ്ങളുണ്ട്. ദർ ആർ എ ഫ്യൂ വൈറൽ, ബാക്ടീരിയൽ ആൻഡ് പ്രോട്ടോസോവൽ ഡിസീസസ്. അപ്പോൾ വൈറൽ ഡിസീസസിൽ നമുക്ക് ഹെപ്പറ്റൈറ്റിസ് കോസ്ഡ് ബൈ ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ്, എയ്ഡ്സ് കോസ്ഡ് ബൈ HIV വൈറസ്, ദെൻ യു ഹാവ് ജനീഷ്യൽ വാർഡ്സ് കോസ്ഡ് ബൈ ഹ്യൂമൻ പാപ്പിലോമ വൈറസ്, ദെൻ യു ഹാവ് ജനീഷ്യൽ ഹെർപ്പിസ് കോസ്ഡ് ബൈ ഹെർപ്പിസ് സിംപ്ലെക്സ് വൈറസ്. അപ്പോൾ ഡിഫറെന്റ് മൈക്രോബ്സിനെ പഠിക്കാം. അതുപോലെ ബാക്ടീരിയൽ ഡിസീസസിൽ നമുക്ക് സിഫിലിസിന്റെ ട്രിപ്പോണിയമ പാലിഡിയം ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് യു ഹാവ് ക്ലാമിഡിയാസിസ് ഉണ്ട്. അതുപോലെ യു ഹാവ് ദിസ് gonorrhea, which is caused by Neisseria gonorrhea, which are all examples. അത് കഴിഞ്ഞ് നമുക്ക് ട്രിപ്പോണിമ പാലിഡിയം ഉണ്ടാക്കുന്ന നമുക്ക് അതുപോലെ തന്നെ പ്രോട്ടോസോവൽ ഡിസീസ് ഉണ്ട്. ട്രൈക്കോമാറ്റോസിസ് എന്ന് പറയുന്ന പ്രോട്ടോസോവൽ ഡിസീസ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ബേസിക്കലി ഈ ഡിസീസുകളിൽ തന്നെ നമ്മളൊരു കാറ്റഗറൈസേഷൻ കൊടുക്കുന്നുണ്ട്. അതിലെ കാറ്റഗറൈസേഷൻ ആണ് ഫസ്റ്റ്, വിച്ച് ആർ ദി നോൺ ക്യൂറബിൾ ഡിസീസസ്. നോൺ ക്യൂറബിൾ എന്ന് പറഞ്ഞാൽ ട്രീറ്റ്മെന്റ് ഇല്ല എന്നല്ല, തെറ്റിദ്ധരിക്കരുത്. ദർ ഇസ് ട്രീറ്റ്മെന്റ് ഫോർ ദ ഡിസീസ്, ബട്ട് യു കനോട്ട് ടേക്ക് ദ വൈറസ് ഔട്ട് ഓഫ് ദ ബോഡി. അതിനെയാണ് നോൺ ക്യൂറബിൾ ഡിസീസസ് എന്ന് പറയും. ഇതിൽ തന്നെ നോൺ ക്യൂറബിൾ ആയിട്ടുള്ള ഡിസീസ് ആണ് ഹെപ്പറ്റൈറ്റിസ് ബി, HIV, ആൻഡ് യു ഹാവ് ജനീഷ്യൽ ഹെർപ്പിസ്, വിച്ച് ആർ ആൾ നോൺ ക്യൂറബിൾ. കാരണം ഈ വൈറസ് വൺസ് നമ്മുടെ ബോഡിയിൽ എൻട്രി ചെയ്താൽ യു കനോട്ട് ടേക്ക് ഇറ്റ് ഔട്ട് ഓഫ് ദ ബോഡി. ഇനി ഇതുപോലെ തന്നെ there is diseases which can have other routes of transmission. ജസ്റ്റ് സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് മാത്രമല്ല, അതർ റൂട്ട്സ് ഉണ്ടാവാം. അതിൽ നമുക്കുള്ളതാണ് നമ്മുടെ എയ്ഡ്സും ഹെപ്പറ്റൈറ്റിസ് ബിയും. എയ്ഡ്സും ഹെപ്പറ്റൈറ്റിസ് ബിയും ബ്ലഡ് ത്രൂവും ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും, മദർ ടു ഫീറ്റസ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. സോ അതർ പ്ലാസെന്റൽ ട്രാൻസ്മിഷൻ ഒക്കെ ഉണ്ട്. സോ അതർ മോഡ്സ് ഓഫ് ട്രാൻസ്മിഷനും പോസിബിൾ ആണ്. ഇനി ഫൈനലി നമ്മൾ പറയുക, ഈ ഡിസീസസിൽ നമ്മുടെ ജനൈറ്റൽസിനെ അല്ലാതെ എഫക്ട് ചെയ്യുന്ന അസുഖങ്ങൾ ഏതാണ്? ഇവിടെ മോസ്റ്റ് ഓഫ് ദി ഡിസീസസ് ജനൈറ്റൽ ഓർഗൻസിനെയാണ് എഫക്ട് ചെയ്യുന്നതെങ്കിലും ദർ ഇസ് ദിസ് ഹെപ്പറ്റൈറ്റിസ് ബി ആൻഡ് എയ്ഡ്സ് വിച്ച് ആക്ച്വലി ഡോണ്ട് റിയലി എഫക്ട് യുവർ ജനൈറ്റൽസ്. നമുക്കറിയാം HIV എഫക്ട് ചെയ്യുന്നത് നമ്മുടെ ലിംഫോസൈറ്റ്സിനെയാണ്. അതുപോലെ തന്നെ ഹെപ്പറ്റൈറ്റിസ് എഫക്ട് ചെയ്യുന്നത് മോസ്റ്റ്ലി ലിവർ സെൽസ്, ഹെപ്പറ്റോസൈറ്റ് സെൽസിനെയാണ്. ഓക്കെ, ബട്ട് യെസ്, ജനൈഷ്യൽ വാർഡ്സ് ഇസ് കംപ്ലീറ്റ്ലി ക്യൂറബിൾ. യെസ്, വൈറൽ ഡിസീസ് ആണ്, ബട്ട് ഇറ്റ് ഇസ് curable. Not every viral disease is non curable. Viral disease il chicken pox ഒക്കെ വന്നു കഴിഞ്ഞാൽ it is completely curable. Okay അല്ലേ? അപ്പൊ ഇത് കഴിഞ്ഞേച്ച് ഫൈനലി വി ഗോ ഫോർ ദി ലൈക്ക് STD. സാധാരണയായിട്ട് ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു ഏജ് ഗ്രൂപ്പ് നിങ്ങൾക്ക് അറിയാം, ടീനേജ് ഗ്രൂപ്പിലാണ്. 15 to 24 ഇയേഴ്സ് ആണ് ഇതിന്റെ ഏറ്റവും കൂടുതൽ പ്രോക്സിമിറ്റി കാണുന്ന ഏജ് ഗ്രൂപ്പ്. ഇതിലുള്ളൊരു പ്രശ്നം, ഇനിഷ്യലി STIs എല്ലാം ഭയങ്കര ക്യൂറബിൾ ആയിട്ടുള്ള കണ്ടീഷനിലായിരിക്കും ഉണ്ടാവുക അല്ലെ. ലെസ് സിംറ്റംസ് ആണ്, ചിലപ്പോൾ നോൺ സിംറ്റമാറ്റിക് ആയിരിക്കാം, അല്ലെങ്കിൽ ജെനൈറ്റൽ റീജിയൻസിൽ ചെറിയ പസ് ഡിസ്ചാർജ്, ചെറിയ ഇച്ചിങ് സെൻസേഷൻ, അല്ലെങ്കിൽ പിന്നെ ഫ്ലൂയിഡ് ഡിസ്ചാർജ്, അങ്ങനെയുള്ള സെക്ഷൽ ഇന്റർകോഴ്സിന്റെ സമയത്ത് അല്ലെങ്കിൽ യൂറിനേഷന്റെ സമയത്തുള്ള ഡിഫിക്കൽട്ടീസ് മാത്രമാണ് നമുക്ക് ഉണ്ടാവുക. പക്ഷേ ഇഫ് യു കീപ് ഇറ്റ് അൺട്രീറ്റഡ് ഇറ്റ് ക്യാൻ ലേറ്റർ ടേൺ ഇൻ ടു എ ബിഗ് പ്രോബ്ലം. അതെന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടാവുക നമുക്കറിയാം. പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് ഉണ്ടാക്കാം, പെൽവിക്സിന്റെ റീജിയൻ ഫുൾ ഇൻഫ്ലംഡ് ആവാം, ഇൻഫെർട്ടിലിറ്റിക്ക് കാരണമാവാം, അബോർഷൻസിന് കാരണമാവാം, ഫീമെയിൽ ഇൻഫെർട്ടിലിറ്റിക്ക് വൺ ഓഫ് എ റീസൺ, മെയിൽ ഇൻഫെർട്ടിലിറ്റിക്ക് വൺ ഓഫ് എ റീസൺസ് ആവാം. പിന്നെ നമുക്ക് പറയാം സർവൈക്കൽ ക്യാൻസേഴ്സ് വരെ എന്തുണ്ടാക്കാം, STIs അൺട്രീറ്റഡ് ആയിട്ട് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ STIയും ഡിസ്കസ് ചെയ്ത് ഫൈനലി നമ്മൾ പോകുന്നതാണ് പാർട്ട് 4 എന്ന് ഞാൻ പറയുന്ന നമ്മുടെ
ഇൻഫെർട്ടിലിറ്റി. എന്താ ഇൻഫെർട്ടിലിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും എന്താണ് എക്ടോപിക് പ്രഗ്നൻസീസ് ഉണ്ടാക്കാം. വെരി ഗുഡ് സൂര്യ. എക്ടോപിക് പ്രഗ്നൻസി എന്ന് പറഞ്ഞാൽ അതർ ദാൻ യൂട്രസ് ബാക്കിയുള്ള റീജിയൻസിൽ എന്ത് ചെയ്യുക, ഇംപ്ലാന്റേഷൻ നടക്കുക. മെയിൻലി ഇൻ ഫെലോപ്പിയൻ ട്യൂബൊക്കെ ഇംപ്ലാന്റേഷൻ നടക്കുക. നേരത്തെ ചോദിച്ചിട്ടില്ലായിരുന്നോ, ഇപ്പൊ നമ്മള് ട്യൂബെക്ടമിനെ റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവാവുന്ന ഒരു പ്രോബ്ലം എന്ന് പറയുന്ന എക്ടോപിക് പ്രഗ്നൻസി ആണ്. സ്കാർ ടിഷ്യൂലേക്ക് നമ്മളുടെ ഫീറ്റസ് ചിലപ്പോൾ എന്ത് ചെയ്യാം, ഇംപ്ലാന്റഡ് ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഇനി നമ്മൾ പാർട്ട് 4 ഇൻഫെർട്ടിലിറ്റിയിലേക്ക് വരുമ്പോൾ വാട്ട് ഈസ് ഇൻഫെർട്ടിലിറ്റി എന്ന് ചോദിച്ചാൽ 2 years ഓഫ് സെക്ഷൽ കോഹാബിറ്റേഷനിലും വിത്തൗട്ട് any contraceptive, 2 year sexual cohabitation. If you are not getting pregnant, that means there is some problem, some issue. Appo aa issue nu parayunnathu male or female issue avam. There are many issues like you can have it as your congenital janmana ulla problems avam, allengil endengile infectious diseases STIs ഒക്കെ വന്നിട്ടുണ്ടാവുന്ന ഇൻഫെർട്ടിലിറ്റി ആവാം, ഇൻഫെക്ഷ്യസ് ഡിസീസ് കാരണം ആവാം, അല്ലെങ്കിൽ ഓട്ടോഇമ്മ്യൂൺ കണ്ടീഷൻസ് കാരണം ആവാം, പിന്നെ അല്ലെങ്കിൽ ബിഹേവിയറൽ ക്യാരക്ടേഴ്സ് കൊണ്ടാവാം, ഈവൻ ലൈക്ക് നോട്ട് ബിഹേവിയറൽ, ലൈക്ക് ഈവൻ നമ്മളുടെ സൈക്കോളജിക്കൽ ഇഷ്യൂസ് കാരണവും ഇൻഫെർട്ടിലിറ്റി ഉണ്ടാവാം. അപ്പൊ ഇൻഫെർട്ടിലിറ്റിയുടെ ട്രീറ്റ്മെന്റിലേക്ക് വരുമ്പോൾ ഇനിഷ്യലി ലൈക്ക് ഈ ഉള്ള സ്മോൾ ഇഷ്യൂസിനെ കറക്റ്റ് ചെയ്യാന്നുള്ളതാണ്. പക്ഷെ ഈ കറക്ഷൻ കൊണ്ട് പോസിബിൾ അല്ല എങ്കിൽ then we move on to the next part, that is artificial reproductive techniques. അപ്പൊ ആർട്ട് എന്ന് പറയുന്ന പ്രൊസീജിയർ ആണ് നമുക്ക് കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നാറുള്ളത്. സോ വി ബേസിക്കലി ക്ലാസിഫൈ ഇറ്റ് ഇൻ ടു 2 types: in vivo fertilization and in vitro fertilization. നമുക്കറിയാം ഇൻ വിവോ എന്ന് പറഞ്ഞാൽ ഇൻസൈഡ് ദ ഫീമെയിൽ ബോഡി ആണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. So the real problem actually is not in fertilization or implantation, it is in gametes. അല്ലെ, അപ്പൊ ഇവിടെ ഫീമെയിൽ ഗാമേറ്റ് ഇല്ല, അല്ലെങ്കിൽ മെയിൽ ഗാമേറ്റ് ഇല്ല. അപ്പൊ ഫീമെയിൽ ഗാമേറ്റ് ഇല്ലെങ്കിൽ വി വിൽ ഗീവ് ഇറ്റ് ഗിഫ്റ്റ് കൊടുക്കും. ഓവം ഈസ് പ്ലേസ്ഡ് ഇൻ ടു ദി ഫെലോപ്പിയൻ ട്യൂബ്, ഗാമേറ്റ് ഇൻട്രാ ഫെലോപ്പിയൻ ട്യൂബ് ട്രാൻസ്ഫർ. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, മെയിലിനാണ് ഇഷ്യൂ ഉള്ളതെങ്കിൽ വി ക്യാൻ ഗോ ഫോർ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ. അത് തന്നെ നമ്മൾ യൂട്രസിലേക്ക് ഇൻസെമിനേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇൻട്രാ യൂട്രൈൻ ഇൻസെമിനേഷൻ, where the semen is collected and inseminated into vagina or into the uterus. ഇനി ഇൻ വിട്രോ എന്ന് പറയുമ്പോൾ ഔട്ട്സൈഡ് ദ ഫീമെയിൽ ബോഡിയാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മള് പിന്നെ ഫെർട്ടിലൈസേഷൻ നടക്കുക. സോ ഇറ്റ് ഹാപ്പൻസ് ഇൻ എ ലബോറട്ടറി. നമ്മൾ ഓവത്തിനെയും സ്പേമിനെയും കളക്ട് ചെയ്തിട്ട് ആദ്യം സ്പേമിനെ ഓവത്തിലേക്ക് ഇൻജെക്ട് ചെയ്ത് കൊടുക്കും, ഇൻട്രാസൈറ്റോപ്ലാസ്മിക് സ്പേം ഇൻജെക്ഷൻ. അതിനുശേഷം ഉണ്ടാവുന്ന സൈഗോട്ടിനെ 8 സെൽ സ്റ്റേജ് വരെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സൈഗോട്ട് ഇൻട്രാഫെലോപ്പിയൻ ട്യൂബ് ട്രാൻസ്ഫർ ചെയ്യാം. ഇനി 8 to 16 സെൽ സ്റ്റേജ് ആണെങ്കിൽ മോസ്റ്റ്ലി നമ്മൾ അതിനെ എന്ത് ചെയ്യും, യൂട്രസിലേക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യും, ഇൻട്രാ യൂട്രൈൻ ട്രാൻസ്ഫർ. ദിസ് ഇസ് കോൾഡ് as together called as embryo transfer. So that much is only there in art. And finally art കഴിഞ്ഞു വെച്ചാൽ നമ്മൾ പറയും യെസ് ആർട്ട് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ശരിക്കും പറഞ്ഞാൽ ഹൈ ടെക്നിക്കൽ കോംപ്ലക്സിറ്റി ഉള്ള ഒരു പ്രൊസീജിയർ ആണ്. ഇതില് നമുക്ക് ചിലപ്പോ എന്ത് ചെയ്യാം, ഈ ഇയേർലി എംബ്രിയോസ് ഒക്കെ പെട്ടെന്ന് ഫെയിലായി, ലൈക്ക് അബോർഷൻസ് ഒക്കെ പെട്ടെന്ന് ഉണ്ടാവാനുള്ള ചാൻസസും ഒക്കെ ഉണ്ട്. അപ്പോ ഇതിനൊക്കെയുള്ള കണ്ടീഷൻസ് ശരിക്കും പറഞ്ഞാല് യെസ് 8 to 16 ആവുമ്പോഴേക്കും നമ്മൾ മോസ്റ്റ്ലി 16 ശേഷം ഉണ്ടാവാറുണ്ട്. ബട്ട് 8 to 16 ആവുമ്പോൾ മോർല സ്റ്റേജ് ആണെങ്കിലും വി ഡോണ്ട് കീപ് ഇൻ ടു ദ ഫെലോപ്പിയൻ ട്യൂബ്, പ്ലേസ് ഇൻ ദ യൂട്രസ്. ഓക്കെ, ആൻഡ് ഇങ്ങനെയുള്ള എല്ലാ സിറ്റുവേഷൻസിലും നമുക്ക് പറയാം ആർട്ട് പ്രൊസീജിയർ കുറച്ച് ഡിഫിക്കൽട്ടി ഉള്ളതാണ്. ആൻഡ് അഡോപ്ഷൻസ് ആർ ഓൾസോ പോസിബിൾ ഇൻ ഇന്ത്യ. ആർട്ട് കൂടാൻ നേരത്ത് അഡോപ്ഷൻസിനുള്ള നമ്പർ കുറയാനും ചാൻസ് ഉണ്ട്. ഓക്കെ, യെസ് IVF ചെയ്യുന്നവർക്ക് മോസ്റ്റ്ലി ട്വിൻസ് ആയിരിക്കും, കാരണം മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഫെർട്ടിലൈസേഷൻ. ദിസ് ഇസ് സംതിങ് ദാറ്റ് ഇസ് ലൈക്ക് ഡൺ ഔട്ട്സൈഡ് ദ ബോഡി അല്ലെ. അപ്പൊ നമ്മളിങ്ങനെ ഇൻജെക്ട് ചെയ്ത് ഓവത്തിലേക്ക് ഇൻജെക്ട് ചെയ്തൊക്കെ ചെയ്യാൻ നേരത്ത് മോസ്റ്റ്ലി ലൈക്ക് മൾട്ടിപ്പിൾ എംബ്രിയോസിനെ നമ്മൾ പ്ലേസ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. യെസ്, ദർ ഇസ് ചാൻസസ് IVF വരാൻ നേരത്ത് മോസ്റ്റ്ലി ട്വിൻസ് ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. സോ ലെറ്റ്സ് മൂവ് ഓൺ. അപ്പൊ
ഇനി നമ്മൾ അടിപൊളിയായി ക്വസ്റ്റ്യൻ ചെയ്യാൻ പോവുകയാണ്. എല്ലാ ടോപ്പിക്കും പറഞ്ഞു തീർത്തു. അപ്പൊ എല്ലാരും വേഗം ക്വസ്റ്റ്യൻസിലേക്ക് വരാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി നിങ്ങളുടെ ടൈമാണ്. യെസ്, നമുക്ക് നോക്കാം. പ്രിവെന്റ് സ്പേം ഫ്രം റീച്ചിങ് സെർവിക്സ് എന്ന് പറയുന്നത് ഇവിടെയുള്ളതിൽ കോണ്ടംസ് ആണ്. പ്രിവെന്റ് ഇംപ്ലാന്റേഷൻ നമുക്ക് പറയാൻ പറ്റുന്നത് പിൽസ് ആണ്. പ്രിവെന്റ് ഓവുലേഷൻ എന്ന് പറയുന്നത് ഓക്കെ. സ്പേം കണ്ടെയ്ൻസ് സെമൻ കണ്ടെയ്ൻസ് നോ സ്പേം എന്ന് പറയുന്നത് വാസെക്ടമി കഴിയുമ്പോഴാണ്. സോ കോപ്പർ ടീയിലാണ് നമുക്ക് എന്ത് പറയാൻ പറ്റുക ഇവിടെ റീച്ചിങ് ദ സെർവിക്സ് എന്ന് പറയുന്നത് കോണ്ടം തന്നെയാണ്. പിൽസ് പ്രിവെന്റ് ഇംപ്ലാന്റേഷൻ പറയുന്നതിനേക്കാളും കോപ്പർ ടീ പ്രിവെന്റ് ഇംപ്ലാന്റേഷൻ നമുക്ക് പറയാം. ആൻഡ് പിൽസ് ആക്ച്വലി പ്രിവെന്റ്സ് ഓവുലേഷൻ ആയിരിക്കും മച്ച് മോർ ബെറ്റർ ആയിട്ട് നമുക്ക് വരുന്ന ഓപ്ഷൻ. അങ്ങനെ വരാൻ പറ്റത്തില്ല ഗുലാബി. ആക്ച്വലി ലീഗൽ കേസസിൽ ഡോണേഴ്സിന് പാരന്റ് ആണെന്ന് പറഞ്ഞ് വരാൻ പറ്റത്തില്ല. ഇറ്റ് ഈസ് ലീഗലി നോട്ട് ഫീസിബിൾ. കാരണം നമ്മൾ ഡൊണേറ്റ് ചെയ്യുമ്പോഴേ അറിയാം വി ആർ ഡൊണേറ്റിംഗ് ദ സ്പെർം ഫോർ സം അതർ പേഴ്സൺ. സോ ഹൂവർ ഈസ് ആക്ച്വലി ഗോയിങ് ഫോർ ദാറ്റ് പ്രൊസീജിയർ അവർക്ക് മാത്രമാണ് പാരന്റ്സ് ആകുന്നത്. ദേ ആർ നോട്ട് ലീഗൽ പാരന്റ്സ്. അവരെയാണ് ലീഗൽ പാരന്റ്സ് ആയിട്ട് അപ്രൂവ് ചെയ്തിട്ടുള്ളത്. പക്ഷേ നമുക്കറിയാം ജനറ്റിക് പാരന്റ് വിൽ ബി ഡിഫറെന്റ്. സോ യെസ്, ആൻസർ ഈസ് third option. A is C, B A, C D and D B. Next question. Consider the statement given below regarding contraception and answer as directed thereafter. Consider the statement given below regarding contraception and answer as directed thereafter. Medical termination of pregnancy during first trimester is generally safe. Generally, chances of conception are nil until mother breastfeed the infant up to 2 years. തെറ്റാണ്. Only up to 6 months the chance of contraception are high. Intrauterine devices like copper T are effective contraceptives. Correct ആണ്. Contraception pills may be taken up to 1 week after coitus to prevent conception. തെറ്റാണ്. Only after like 72 hours വരെ ഉള്ളൂ like after coitus emergency contraceptive വർക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് ഇവിടെ ചോദിച്ചിരിക്കുന്നത് കറക്റ്റ് ആയിട്ടുള്ളതാണ് A and C. Answer is first option. Question number 3. 2010 ഇയർ നിങ്ങൾക്ക് ഇങ്ങനെ ശ്രദ്ധിക്കാം. ഇയർ ഞാൻ മേള് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ വായിച്ചോട്ടേ എന്ന് വിചാരിച്ചു. In vitro fertilization is a technique that involves transfer of which one of the following into fallopian tube? ഫലോപ്പിയൻ ട്യൂബിലേക്ക് നമ്മൾ എന്തിനാണ് ട്രാൻസ്ഫർ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ സൈഗോട്ട് only, embryo only up to 8 cell stage, either zygote or earlier embryo up to 8 cell stage വരെ നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റും അല്ലെ. 32 cell stage ആവുമ്പോൾ യൂട്രസിലേക്കാണ് കീപ്പ് ചെയ്യുക. Question: The permissible use of technique amniocentesis is for early embryo എന്ന് പറയുമ്പോൾ up to 8 cell സ്റ്റേജിനെയാണ് early embryo എന്ന് പറയുക.
only permissible method എന്ന് പറയുന്നത് yes for detecting any genetic disorders, sex determine ചെയ്യാൻ ഉപയോഗിക്കില്ല, artificial insemination or transfer of embryo, this is not the method used. Answer is first option. ഇപ്പോഴും നമ്മൾ മനസ്സിലാക്കുക amniocentesis ബാൻ ചെയ്തിട്ടില്ല. amniocentesis for sex determination is only banned and yes that means sex determination മാത്രമാണ് ബാൻ ചെയ്തിരിക്കുന്നത്. ജനറ്റിക് ഡിസോർഡേഴ്സ് കണ്ടുപിടിക്കാൻ ഇപ്പോഴും amniocentesis യൂസ് ചെയ്യാറുണ്ട്. മോറിലെ ഏർലി എംബ്രിയോ ആണ്, പക്ഷെ മോറിലെ ശരിക്കും ഇസ്തമസ് റീജിയനിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് യൂട്രസിലേക്ക് പോകുന്ന സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട്. സോ മോറില സ്റ്റേജ് എത്തിയാലും വി വിൽ ഓൺലി കീപ് ഇറ്റ് ഇൻ ദ യൂട്രസ്, നോട്ട് ഇൻ ടു ദി ഫെലോപ്പിയൻ ട്യൂബ്. ഇൻ ടു ദി ഫെലോപ്പിയൻ ട്യൂബ് എന്ന് പറയുമ്പോൾ ഇസ്തമസ് റീജിയനിലല്ല കൊണ്ട് നമ്മൾ വെക്കുക. ഫെലോപ്പിയൻ ട്യൂബ് എന്ന് പറയുമ്പോഴത്തേക്കും മാബുലറി റീജിയനിലാണ് നമ്മൾ പ്ലേസ് ചെയ്യുക. സോ ഓൺലി അപ് ടു 8 സെൽ സ്റ്റേജ് വി ആക്ച്വലി കീപ് ഇറ്റ് ഇൻ ദ ഫെലോപ്പിയൻ ട്യൂബ്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ യൂട്രസിൽ തന്നെയാണ് കീപ്പ് ചെയ്യുക. Which one of the following is the most widely accepted method of contraception in India as at present? Cervical cap no, tubectomy no, diaphragm no, IUD. ഇന്ത്യയിൽ ഏറ്റവും അക്സെപ്റ്റഡ് ആയിട്ടുള്ള മെത്തേഡ് IUDs ആണ്, കോപ്പർ ടീസ് ആണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഗ്യാപ്പിംഗ് മെത്തേഡ് ഇൻ ഇന്ത്യ. Question number 6. Medical termination of pregnancy is considered safe up to how many weeks of pregnancy? യെസ്, ഡോക്ടേഴ്സിന് ജെൻഡർ മനസ്സിലാക്കാൻ പറ്റും. അമിനിയോസിന്തസിസ് ആക്ച്വലി ഒരു ലാബ് ടെസ്റ്റ് ആണ്. സോ ലാബ് ടെസ്റ്റിന്റെ സമയത്ത് ടെസ്റ്റ് റിസൾട്ടിൽ തന്നെ എന്ത് കൊടുക്കില്ല, സെക്സ് ഓഫ് ദ ബേബി കൊടുക്കത്തില്ല. അത് ക്രോമസോംസ് അനാലിസിസ് ആണ്, അത് ഡോക്ടർ അല്ല ചെയ്യുന്നത് ആൽഫ. അത് ആക്ച്വലി ഒരു പത്തോളജിസ്റ്റ് ആണ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ഇറ്റ്സ് എ ലാബ് ടെസ്റ്റ് അമിനിയോസിന്തസിസ് എന്ന് പറയുന്നത്. നേരെ തിരിച്ച് സ്കാനിങ്ങിന്റെ സമയത്ത് സെക്സ് ഓഫ് ദ ബേബി ഡോക്ടേഴ്സിന് മനസ്സിലാക്കാൻ പറ്റും. ദേ ഡോണ്ട് റിവീൽ ഇറ്റ്. Medical termination of pregnancy is considered safe up to how many weeks of pregnancy? നമുക്കറിയാം only up to yes 12 weeks, that is 3 months. Question. After in vitro fertilization, after in vitro fertilization, embryo with more than 8 cells are implanted in the uterus. Embryo with more than 16 cells are not implanted in uterus. That embryo with 8 to 16 can be implanted in uterus. Like that, even like is correct. Can be implanted in uterus. Embryo with cells more than 16 is implanted in uterus. Normally 8 to 16 വരെ നമ്മൾ വെയിറ്റ് ചെയ്യാറുള്ളൂ ഗ്രോത്ത് സ്റ്റേജ് എന്ന് പറയുന്നത്. വിത്ത് 8 to 16 cells can be implanted in uterus എന്ന് പറയുന്നത് ശരിയാണ്. But most appropriate answer is first option. 8 cells എന്ന് പറയുന്നത് ബ്ലാസ്റ്റോമിയസ് ആണ്. Here the cells is blastomeres. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന സെൽ എന്ന് പറയുന്ന ബ്ലാസ്റ്റോമിയർ ആണ്. ബ്ലാസ്റ്റോമിയർ ഇസ് എ സെൽ. Question number 8. The test tube baby program employ which one of the following technique? അയ്യോ, ക്വസ്റ്റ്യൻ മാറിയോ? Test tube baby program employs which one of the following technique? നമുക്ക് നോക്കാം. ടെസ്റ്റ് ട്യൂബ് ബേബി പ്രോഗ്രാം ഏത് which of one of the following technique ആണ് യൂസ് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. 2021 ക്വസ്റ്റ്യനിലേക്ക് ഒന്നും കൂടെ ഒന്ന് പോവാം കേട്ടോ. അതിനിങ്ങനെ രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് കറക്റ്റ് ആയതുകൊണ്ട് എനിക്കൊരു കൺഫ്യൂഷൻ വന്നതാ. ആഫ്റ്റർ ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ എംബ്രിയോ വിത്ത് മോർ ദാൻ 8 cells ആർ ഇംപ്ലാന്റഡ് ഇൻ യൂട്രസ്. ശരിക്കും പറഞ്ഞാൽ ഇത് നിങ്ങൾ ആലോചിക്കുമ്പോൾ ഇറ്റ് ഇസ് കറക്റ്റ്. ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് നമുക്ക് വരുന്ന കറക്റ്റ് ആയിട്ടുള്ളതെങ്കിൽ വി ക്യാൻ ടേക്ക് ഇറ്റ്.
പക്ഷെ നമ്മൾ നോക്കുകയാണെങ്കിൽ എംബ്രിയോ വിത്ത് 8 to 16 cells can be implanted in uterus. It is more appropriate. എന്തുകൊണ്ടാണ് മോർ അപ്രോപ്രിയേറ്റ് ആവുക? കാരണം ആദ്യത്തത് കുറച്ചുകൂടെ വേഗമായിട്ട് നമുക്ക് പറയാം. വേഗ് ഇൻ ദ സെൻസ് ജസ്റ്റ് മോർ ദാൻ 8 എന്നേ പറഞ്ഞിട്ടുള്ളൂ അല്ലെ. ഇവിടെ 8-ന് കൂടുതലെന്ന് പറഞ്ഞാൽ എത്ര വേണമെങ്കിലും 8-ന് കൂടുതലാവാം, 32 ആവാം, 64 ആവാം, എന്തോ ആവാം. സോ മച്ച് മോർ വേഗമായിട്ട് നമുക്ക് പറയാൻ പറ്റുക ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഈ സ്റ്റേറ്റ്മെന്റ് കുറച്ചുകൂടെ ക്ലാരിറ്റി ഇല്ല. ആക്ച്വലി ഇത് തെറ്റാണോ എന്ന് ചോദിച്ചാൽ ഇത് തെറ്റൊന്നുമല്ല, തെറ്റല്ല. ബട്ട് അറ്റ് ദ സെയിം ടൈം അതിൽ കുറച്ചുകൂടെ ഒരു അതിന് തേർഡ് സ്റ്റേറ്റ്മെന്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ തേർഡ് സ്റ്റേറ്റ്മെന്റ് കുറച്ചുകൂടെ പെർഫെക്റ്റ് ആണ്. ദ തിങ് ഇസ് തേർഡ് സ്റ്റേറ്റ്മെന്റ് കുറച്ചുകൂടെ നമ്പർ ഓഫ് സെൽസ് സ്പെസിഫിക് ആയിട്ട് ആൽഫ കൊടുത്തിട്ടുണ്ട്. മനസ്സിലായോ? എംബ്രിയോ വിത്ത് 8 to 16 cell ക്യാൻ ബി ഇംപ്ലാന്റഡ് ഇൻ യൂട്രസ്. 8 to 16 സെൽ ഉള്ളത് ഇംപ്ലാന്റ് ചെയ്യാവുന്നത് യൂട്രസിലാണ്. മറ്റേത് മോർ ദാൻ 8. അതാ ഞാൻ പറഞ്ഞത് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഒരിക്കലും തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. ഇതൊരു കമ്പാരിറ്റീവ് ആയിട്ടുള്ള ബെസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഇതൊരു റോങ് ഫ്രെയിമിംഗ് ആണെന്നേ പറയാൻ പറ്റുള്ളൂ. ഇത് തെറ്റാണെന്നല്ല, ഇറ്റ്സ് എ റോങ് ഫ്രെയിമിംഗ് ആണെന്ന് നമുക്ക് പറയാം. By which third option ആയിരിക്കും much more better to opt. Okay, next. Next question. Test tube baby program employs which one of the following technique? Test tube baby program ആണ് in vitro fertilization. അതിൽ നമ്മൾ ഗാമേറ്റിനെ പ്ലേസ് ചെയ്യേണ്ട ആവശ്യമില്ല. സൈഗോട്ട് ഇൻട്രാഫിലോപ്പിയൻ ട്യൂബ് ട്രാൻസ്ഫർ ചെയ്യാം. ഇൻട്രാസൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചക്ഷൻ ചെയ്യാം. ഇൻട്രാ യൂട്രൈൻ ഇൻസെമിനേഷൻ ചെയ്യില്ല. ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ് അഗൈൻ ഈ ക്വസ്റ്റ്യനും കുറച്ച് കൺഫ്യൂസിംഗ് ആണ്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. ടെസ്റ്റ് ട്യൂബ് ബേബി പ്രോഗ്രാമിൽ ഏത് ടെക്നിക്കാണ് എംപ്ലോയ് ചെയ്യുക? ഓക്കെ, നമുക്ക് അറിയാം ടെസ്റ്റ് ട്യൂബ് ബേബി പ്രോഗ്രാം ചെയ്യണമെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്ന ഇൻട്രാസൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചക്ഷൻ. അത് മാത്രമാണ് സ്പെസിഫിക് ആയിട്ട് ടെസ്റ്റ് ട്യൂബ് ബേബി പ്രോഗ്രാമിൽ ചെയ്യാന്ന് പറയാം. മേ ബി നമ്മൾ പറയാണ് ഇൻ വിവോ ഫെർട്ടിലൈസേഷൻ നടന്നു. ഫെർട്ടിലൈസേഷൻ നടന്ന സൈഗോട്ടിനെ അവിടെ നിന്ന് എടുത്ത് വേറൊരു സറഗേറ്റ് മദറിന്റെ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? സറഗേറ്റ് മദറിന്റെ ഫെലോപ്പിയൻ ട്യൂബിലോട്ടും പ്ലേസ് ചെയ്യാം. സോ 50 ഈവൻ ഇൻ വിവോ ഫെർട്ടിലൈസേഷനിൽ ചെയ്യാം. അല്ലെങ്കിൽ എംബ്രിയോ ട്രാൻസ്ഫറും ഈവൻ ഇൻ വിവോ ഫെർട്ടിലൈസേഷനിൽ ചെയ്യാം. പക്ഷേ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ടെസ്റ്റ് ട്യൂബ് ബേബി പ്രോഗ്രാമിൽ മാത്രം ചെയ്യാൻ പറ്റുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം ഇൻട്രാസൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചക്ഷൻ. നമ്മൾ ഒരിക്കലും ഒരു ഫീമെയിലിന്റെ എന്താണ് ഫെലോപ്പിയൻ ട്യൂബിലേക്ക് മെയിലിന്റെ സ്പേമിനെ ഇഞ്ചെക്ട് ചെയ്യില്ല. ദാറ്റ് ഓവം ഹാസ് ടു ബി ടേക്കൺ ഔട്ട്സൈഡ്. അതിലേക്കാണ് നമ്മൾ സ്പേമിനെ ഇഞ്ചെക്ട് ചെയ്യുക. സോ മോർ അപ്രോപ്രിയേറ്റ് ഇസ് തേർഡ് ഓപ്ഷൻ. Again, this question is also tricky. Next. 2012 ആണ്. Which of the following is correct about human reproduction? ഞാൻ പറഞ്ഞില്ലേ അഗെയിൻ ഇതിൽ രണ്ട് ഓപ്ഷൻ തെറ്റൊന്നുമല്ല. അവിടെ സൈഗോട്ട് എന്ന് പറയുമ്പോഴത്തേക്കും ഫെർട്ടിലൈസേഷൻ നടന്നു. സൈഗോട്ട് ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചത് ടെസ്റ്റ് ട്യൂബ് ബേബി പ്രോഗ്രാമിൽ ഏതാണ് ഇംപ്ലോയ് ചെയ്യുക എന്നുള്ളതാണ്. സൈഗോട്ടിന് നമുക്ക് വേണമെങ്കിൽ വേറൊരു സർഗേറ്റ് മദറിലേക്ക് എന്ത് ചെയ്യാം? ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ലേ? ആൽഫ ഇഫ് ദ മദർ ഇസ് നോട്ട് ഏബിൾ ടു കൺസീവ് ദ ബേബി നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ബട്ട് ഇൻട്രാസൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചക്ഷൻ ആകെ ചെയ്യുക ടെസ്റ്റ് ട്യൂബ് ബേബി പ്രോഗ്രാമിൽ മാത്രമാണ് സ്പെസിഫിക് ആയി. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് കറക്റ്റ് അബൌട്ട് ഹ്യൂമൻ റീപ്രൊഡക്ഷൻ? Saheli is a new contraceptive for male alla female. Amniocentesis is carried out to know the chromosomal pattern from sample taken from the cell of umbilical cord. Umbilical cord nalla edukka from the amniotic sac ennaanu edukka. Okay, then amniotic synthesis is carried out to know chromosomal pattern from the sample taken from umbilical cord alla. നമ്മൾ എന്താ ചെയ്യുക? അമ്നിയോട്ടിക് ഫ്ലൂയിഡിൽ നിന്നാണ്, അമ്നിയോൺ എന്ന് പറയുന്ന ലെയറിനകത്തുള്ള അമ്നിയോട്ടിക് ഫ്ലൂയിഡ് എടുത്തിട്ടാണ് അമ്നിയോസിന്തസിസ് ചെയ്യുക. ഇറ്റ്സ് നോട്ട് ഫ്രം ദി ഉംബിലിക്കൽ കോഡ്. ഉംബിലിക്കൽ കോഡ് എന്നല്ല എടുക്കുന്നത്. ഓവുലേഷൻ ഈസ് ഫെസിലിറ്റേറ്റഡ് ബൈ ബ്രസ്റ്റ് ഫീഡിങ്. ഓവുലേഷൻ ബ്രസ്റ്റ് ഫീഡിങ് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നില്ല.
Combination of progesterone and estrogen is injected or implanted under the skin as an effective contraceptive, that is injections. Okay le. Question. Artificial insemination means. Artificial insemination means introduction of sperm of a healthy donor directly into ovary like alla. Transfer of sperm of a healthy donor to a test tube containing ova, no. Transfer of sperm of husband to a test tube containing ova, no. Artificially introduction of sperm of a healthy donor into the vagina is artificial insemination. Answer is fourth option. Question number 11. One of the legal method of birth control is. അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. എനിക്ക് ഓപ്ഷൻസ് ഒക്കെ ഇഷ്ടപ്പെട്ടു. By premature ejaculation during coitus. Premature ejaculation എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോയിറ്റസിന്റെ സമയത്ത് ഇജാക്കുലേറ്റ് ചെയ്യാന്നുള്ളതാണ്. ഇജാക്കുലേറ്റിന് മുമ്പ് പെനിസിനെ വിഡ്രോ ചെയ്യാന്നുള്ളതല്ല. സോ ദിസ് ഓപ്ഷൻ ഇസ് റോങ്. ബർത്ത് കൺട്രോൾ അല്ല. Abortion by taking appropriate medicine. നമുക്കറിയാം abortion is not a legal method of birth control. Birth control method അല്ല abortion. അല്ലല്ലോ, ബർത്ത് കൺട്രോൾ മെത്തേഡ് ആണോ അബോർഷൻ എന്ന് പറയുന്നത്? ഒരിക്കലും അല്ല. അബോർഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ കോൺട്രസെപ്റ്റീവ് മെത്തേഡ്. By abstaining from coitus from days 10 to 17 of menstrual cycle, yes, periodic abstinence is a good method of legal method of contraception. By having coitus at the ടൈം ഓഫ് ഡേ ബ്രേക്കിന്റെ സമയത്ത് കോയിറ്റസ് ചെയ്തത് കൊണ്ട് പ്രത്യേകിച്ച് കുട്ടി ഉണ്ടാവില്ല എന്നൊന്നുമില്ല. സോ ദാറ്റ് ഇസ് ആക്ച്വലി റോങ്. ആൻസർ ഇസ് തേർഡ് ഓപ്ഷൻ. ഫോർത്ത് ഓപ്ഷൻ ആണോ ഗുലാബി താങ്കൾ പറഞ്ഞത്? എന്ത് കണ്ടിട്ട്? ലീഗൽ മെത്തേഡ് ഓഫ് ബർത്ത് കൺട്രോൾ അല്ലേ? ബർത്ത് കൺട്രോളിന്റെ നോർമലി എല്ലാ മെത്തേഡ്സും ലീഗൽ മെത്തേഡ് അല്ലേ ബർത്ത് കൺട്രോളിന്റെ? എവറി മെത്തേഡ് ഇസ് എ ലീഗൽ മെത്തേഡ്. ബർത്ത് കൺട്രോൾ എന്ന് പറഞ്ഞാൽ കോൺട്രാസെപ്ഷൻ. whereas abortion is not contraception. It's not a contraceptive method. ലീഗൽ എന്ന് വന്നപ്പോഴത്തേക്ക് അബോർഷൻ ലീഗൽ അല്ലേ എന്നായിരിക്കും നിങ്ങൾ ആലോചിച്ചത്. ലീഗലൈസ്ഡ് ആണെന്നാണ് പറഞ്ഞത്. അതിനർത്ഥം അബോർഷൻ ബർത്ത് കൺട്രോൾ മെത്തേഡ് അല്ല. ഇറ്റ്സ് നോട്ട് എ ബർത്ത് കൺട്രോൾ മെത്തേഡ്. ഓക്കെ, ബർത്ത് കൺട്രോൾ ചെയ്യുന്ന മെത്തേഡ് അല്ല അത്. ഫൈൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following contraceptive make uterus unsuitable for implantation? Progestasert ആണ് unsuitable for implantation ആവുന്നത്, which is hormonal pills. They also make the cervical mucus thick so that the sperm cannot enter into the cervix. Question number 16. A childless couple can be assisted to have a child through a technique called DIGIFT. The full form of this technique is gamete intrafallopian transfer. നിങ്ങൾക്കത് തെറ്റില്ല. Answer is third option. Question number from 2016 ആണ്. അപ്പോൾ തൊട്ടാണ് നമുക്ക് നീറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇതിനു മുമ്പ് നിങ്ങൾ ചെയ്ത ക്വസ്റ്റ്യൻസ് എയിംസ് ക്വസ്റ്റ്യൻസ് ആണ്. സോ നീറ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. Which of the following approaches does not give the defined action of contraceptive?
Barrier method prevent fertilization. Correct ആണ്. Intrauterine device increase phagocytosis of sperm, suppress sperm motility and fertilizing capacity. Hormonal contraceptive prevent or retard the entry of sperm, prevent ovulation and fertilization. Vasectomy prevents spermatogenesis is wrong. നമുക്കറിയാം vasectomy ചെയ്താലും spermatogenesis possible ആണ്. Only thing is sperm is not transferred into the semen. Semenil sperm കാണത്തില്ല. It will have seminal vesicle, seminal plasma കാണും, which is the secretion of seminal vesicle, prostate and bulbourethral gland. Next, which of the following is hormone releasing IUD? Hormone releasing IUD ഇവിടെ കൊടുത്തിരിക്കുന്നതിൽ LNG20 ആണ്. Easy answer. Answer is third option. Which of the following is incorrect regarding vasectomy? Was differentiate is cut and tied. Irreversible sterility. No sperm occur in seminal fluid. No sperm occur in epididymis. തെറ്റാണ്. Epididymisൽ sperm store ചെയ്യുന്നുണ്ട്, but it get degenerated over time. Question number 20. Embryo with more than 16 blastomia formed due to in vitro fertilization is transferred into. Embryo with more than 16 blastomia formed due to in vitro fertilization is transferred into, yes, into the uterus. Answer is third option. Question. Which of the following is not a method of birth control? Tubectomy, yes, birth control method. Vasectomy, birth control method. Periodic abstinence of coitus from 10 to 17 days, actual periodic abstinence, not 6 to 9 day of menstrual cycle stop ചെയ്തിട്ട് 10 to 17 ചെയ്ത് കഴിഞ്ഞാൽ fertile window ആണ്, you will get fertilization. Answer is fourth option. Question number 22. Estrogen is used to avoid pregnancy because it. Estrogen is used to avoid pregnancy because it. ഹായ്, ഷുഗർ വന്ന ചത്ത തേനീച്ച ഇപ്പോഴാണ് എത്തുന്നത്. നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്ത് തീരാറായല്ലോ. നീ എവിടെയായിരുന്നു ഗൈസ്? ശരിക്കും തേനീച്ച ഷുഗർ വന്ന് ചാവാനുള്ളതാണ്. ഹണിയിൽ ഗ്ലൈക്സിമിക് ഇൻഡെക്സ് ഹൈ ആണ്. നീ പറഞ്ഞത് വളരെ ശരിയാണ്. Estrogen is used to avoid pregnancy because it prevent fertilization. No. Prevent ovulation and implantation. Yes. Inhibit sperm motility. No. Form cervical plug. Actually cervical plug ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഈസ്ട്രോജന്റെ ഒരു ഫംഗ്ഷൻ അല്ല, ഇറ്റ്സ് മോസ്റ്റ്ലി പ്രൊജസ്ട്രോണിന്റെ ഫംഗ്ഷൻ ആണ്. സോ ആൻസർ ഈസ് യെസ്, സെക്കൻഡ് ഓപ്ഷൻ. പ്രൊജസ്ട്രോണിന്റെ ഫംഗ്ഷൻ ആണ് സെർവൈക്കൽ മ്യൂക്കസിനെ തിക്കാക്കുക എന്നുള്ളത്, ഈസ്ട്രോജന്റെ ഫംഗ്ഷൻ അല്ല. ഈസ്ട്രോജൻ ഓവുലേഷനും ഇംപ്ലാന്റേഷനും പ്രിവെന്റ് ചെയ്യാൻ പറ്റും. ക്വസ്റ്റ്യൻ NEET 2017 ക്വസ്റ്റ്യൻ ആണ്. In case of a couple where the male is having a very low sperm count, which technique will be suitable for fertilization?
വെരി ലോ സ്പേം കൗണ്ട് ആണെങ്കിൽ നമ്മൾ ചെയ്യുന്നത് എന്തായിരിക്കും? യെസ്, സ്പേമിനെ കളക്ട് ചെയ്തിട്ട് ഇൻജെക്ട് ചെയ്യുക. ദാറ്റ് ഈസ് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ. ഗ്യാമേറ്റിനെ വെക്കുന്ന പറയുന്ന ഓവത്തിനെ വെക്കുന്ന പ്രോസസ്സാണ്. ഇൻട്രാസൈറ്റോപ്ലാസ്മിക് സ്പേം ഇൻജെക്ഷൻ ഇൻവിട്രോ ഫെർട്ടിലൈസേഷനിലാണ്. ഇൻട്രായൂട്രൈൻ ട്രാൻസ്ഫർ ചെയ്യുന്നത് എംബ്രിയോനെയാണ്. ആൻസർ ഇസ് സെക്കൻഡ് ഓപ്ഷൻ. ക്വസ്റ്റ്യൻ: ദ ഫംഗ്ഷൻ ഓഫ് കോപ്പർ അയൺ ഇൻ കോപ്പർ റിലീസിംഗ് IUD ഇസ്. കോപ്പർ റിലീസിംഗ് IUDയിലെ കോപ്പർ അയോണിന്റെ ഫംഗ്ഷൻ എന്താണ്? ഇനി കപ്പിൾ വെയർ മെയിൽ ഈസ് ഹാവിംഗ് ലോ സ്പേം കൗണ്ട് ആണെങ്കിൽ ഫെർട്ടിലൈസേഷന് വേണ്ടി നമ്മുടെ ഓവത്തിനെയും സ്പേമിനെയും വെളിയിലെടുത്ത് ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ ചെയ്യണമെന്ന് നിർബന്ധമില്ല. ലോ സ്പേം കൗണ്ട് ഉള്ള കേസിൽ സ്പേമിനെ കളക്ട് ചെയ്തിട്ട് അതിൽ നിന്ന് സ്പേമിനെ എന്ത് ചെയ്യാൻ പറ്റും? കളക്റ്റീവ് ആക്കാൻ പറ്റും. ലൈക് സ്പേം കളക്ഷൻസ് ചെയ്തിട്ട് അതിനെ കളക്റ്റീവ് ആക്കിയിട്ട്, കളക്റ്റീവ് ആക്കുന്ന പറഞ്ഞാൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അതിന് എന്ത് ചെയ്യാൻ പറ്റും? ഇൻട്രാസൈറ്റോപ്ലാസ്മിക് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ചെയ്യാൻ പറ്റും. അതിനു വേണ്ടി ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ പോകണമെന്നില്ല. The function of copper ion in copper releasing IUD, gametogenesis ഇൻഹിബിറ്റ് ചെയ്യില്ല, യൂട്രസിനെ ഒന്നും ചെയ്യില്ല, ഓവുലേഷൻ ഒന്നും ചെയ്യില്ല, suppress sperm motility and fertilizing capacity of sperm. Question 2017 aims amniocentesis is done for. ശരിക്കും പറഞ്ഞാൽ നമ്മൾ എയിംസിന്റെയും നീറ്റിന്റെയും ഒക്കെ നല്ല സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പൊ ചെയ്യുന്നത്. എല്ലാം ഒരുവിധം ഈ ഒരു ഇയേഴ്സ് 2007 തൊട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും കളക്റ്റീവായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇഫ് യു ഡു ഇറ്റ് യു വിൽ നോ ലൈക്ക് വേർ ദ ക്വസ്റ്റ്യൻ കോൺസെൻട്രേഷൻ ഈസ് ഹയർ. ഏറ്റവും കൂടുതൽ ആർട്ടുന്ന ക്വസ്റ്റ്യൻസ് വരുന്നതായിട്ട് നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റും. അപ്പൊ ഈ റീജിയൻ ഒക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഡൂയിങ് മോർ ക്വസ്റ്റ്യൻസ് ഓൺലി യു വിൽ ഗെറ്റ് ദീസ് കൺഫ്യൂഷൻസ്. ചെറിയ ചെറിയ കൺഫ്യൂഷൻ കിട്ടണമെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്താലേ പറ്റുള്ളൂ. Amniocentesis is done for to check the sex determination, life expectancy, immunity, delivery date. ഇതിൽ നമുക്ക് ആകെ പറയാൻ പറ്റുന്നത് yes to check the sex determination എന്നുള്ളത് മാത്രമാണ്. ബാക്കി ലൈഫ് എക്സ്പെക്ടൻസി അറിയാനോ ഇമ്മ്യൂണിറ്റി അറിയാനോ ഡെലിവറി ഡേറ്റ് അറിയാൻ വേണ്ടിയോ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അമിനിയോസിന്തസിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ഇറ്റ്സ് ഡൺ ഫോർ സെക്സ് ഡിറ്റർമിനേഷൻ. ലീഗൽ ആണോ എന്നൊന്നും ചോദിച്ചിട്ടില്ല. സോ ആൻസർ ഇസ് ഫസ്റ്റ് ഓപ്ഷൻ. ഇറ്റ് ക്യാൻ ബി ഡൺ ടു അണ്ടർസ്റ്റാൻഡ് ദ സെക്സ് ഓഫ് എ ബേബി. യെസ്, നമ്മുടെ ബോഡി ഫോറിൻ ഏജന്റ് ആയിട്ട് കണ്ട് അറ്റാക്ക് ചെയ്യും. ദാറ്റ് ഇസ് വൈ യു നീഡ് മില്യൺസ് ഓഫ് സ്പേം ടു ഇജാക്കുലേറ്റ്. ആകെ ഒരു സ്പേം അല്ലേ ഫെർട്ടിലൈസ് ചെയ്യൂ. വെൻ ഇറ്റ് ഇസ് പാസിംഗ് ത്രൂ ദ യൂട്രസ് നമ്മുടെ WBC മാക്രോഫേജും വന്ന് കുറെ എണ്ണത്തിന് ചവച്ചരച്ച് തിന്നും. ദേ ആർ കൺസിഡേർഡ് ആസ് എ ഫോറിൻ ഏജന്റ് ഇൻ അവർ ബോഡി. അതുകൊണ്ടാണ് ലിപ്പീസ് ലൂപ്പ് ഒക്കെ വെക്കുമ്പോൾ ചെറിയ ഇറിറ്റേഷൻ വരുമ്പോൾ, ചെറിയ ഇൻഫ്ലമേഷൻ വരുമ്പോൾ കുറച്ചുകൂടെ നമ്പർ ഓഫ് WBC മാക്രോഫേജസ് കൂടുതലായിരിക്കും ആൻഡ് ഫാഗോസൈറ്റോസിസ് മച്ച് മോർ എഫക്റ്റീവ് ആയിരിക്കും. സോ ദാറ്റ് നോ സ്പേം ഇസ് ആക്ച്വലി ലെഫ്റ്റ് അബൌട്ട് ടു ഗെറ്റ് ഇൻ ടു ദി ഫെലോപ്പിയൻ ട്യൂബ്. ഷുഗർ വന്ന് ചത്ത തേനീച്ചേ ആൻസർ ചെയ്യാ. ഷുഗർ വന്ന ചത്ത തേനീച്ച ഷുഗർ ബോയ് എന്ന് വിളിച്ചാൽ മതിയോ? ഷുഗർ ബി എന്ന് വിളിച്ചാൽ മതിയോ എളുപ്പത്തിന്? ഷുഗർ ബി പെട്ടെന്ന് ആൻസർ ചെയ്യേ. ദ കോൺട്രസെപ്റ്റീവ് സഹേലി is an IUD? No. Increase the concentration of estrogen and prevent ovulation in female? No. Block estrogen receptors in the uterus, preventing eggs from getting implanted? Answer is third option. അല്ലെ, നമുക്കറിയാം യൂട്രസിലുള്ള ഈസ്ട്രോജൻ റിസപ്റ്റേഴ്സിനെ ബ്ലോക്ക് ചെയ്തുകൊണ്ട് ഇംപ്ലാന്റേഷൻ പ്രിവെന്റ് ചെയ്യാണ് ചെയ്യുക. നെക്സ്റ്റ്, which of the following contraceptive method do involve a role of hormone? Which of the following contraceptive method do involve a role of hormone? Lactational amenorrhea? Yes, hormones in the role ഉണ്ട്. Prolactin ആണ് GnRH ഇൻഹിബിറ്റ് ചെയ്യുക.
പിൽസിലെ റോൾ ഉണ്ട്, എമർജൻസി കോൺട്രസെപ്റ്റീവില് റോൾ ഉണ്ട്. ബാരിയർ മെത്തേഡില് ഹോർമോൺസ് ഇല്ല, കോപ്പർ ടീയില് ഹോർമോൺസ് ഇല്ല, ബാരിയർ മെത്തേഡില് ഹോർമോൺസ് ഇല്ല. ആൻസർ ഇസ് ഫസ്റ്റ് ഓപ്ഷൻ. ഓക്കെ, നെക്സ്റ്റ് സെലക്ട് ദ ഹോർമോൺ റിലീസിംഗ് IUD. എക്സാമ്പിൾസ് ഇമ്പോർട്ടന്റ് ആണ്. ഹോർമോൺ റിലീസിംഗ് IUD ഏതാന്നാ ചോദിച്ചേക്കുന്നത്. യെസ്, പ്രൊജസ്റ്റാസെർട്ടും LNG-20 ആണ് ഹോർമോൺ റിലീസിംഗ് IUDs വരാ. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ഇസ് നോട്ട് കംപ്ലീറ്റ്ലി ക്യൂറബിൾ? നോട്ട് കംപ്ലീറ്റ്ലി ക്യൂറബിൾ ആണ്. യെസ്, ഹിയർ നമുക്ക് ജനീഷ്യ ഹെർപ്പസ് മാത്രമാണ്, ബാക്കി എല്ലാ ക്യൂറബിൾ ഡിസീസസ് ആണ്. ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ടെക്നിക് ദ എംബ്രിയോ are transferred to assist those females who cannot conceive? കൺസീവ് ചെയ്യാൻ പറ്റാത്ത ഫീമെയിൽസിന് ഉള്ള മെത്തേഡ് ഏതാണ്? ഷുഗർ ബി പോവാണോ? എടാ ഇനി കുറച്ച് ക്വസ്റ്റ്യൻ അല്ലേ ഉള്ളൂ, ചെയ്തിട്ട് പോ. എല്ലാരും തെറ്റാണല്ലോ, പടപടാ തരുന്നേ. എടാ, ഒരു സ്ത്രീക്ക് കൺസീവ് ചെയ്യാൻ പറ്റില്ല, യൂട്രസിലേക്ക് ബേബിയെ വെക്കാൻ പറ്റില്ല, പിന്നെ എന്തിനാണ് അവർക്ക് കഷ്ടപ്പെട്ട് ഗിഫ്റ്റ് ചെയ്യുന്നത്? അല്ലെ, ഫലോപ്പിയൻ ട്യൂബിൽ വെച്ച് ഫെർട്ടിലൈസേഷൻ നടത്തിയാലും കൺസീവ് ചെയ്യാൻ പറ്റില്ല എങ്കിൽ ബേസിക്കലി യു ഡോണ്ട് ഹാവ് ടു ഗോ ഫോർ ഗിഫ്റ്റ്. ഇനി നമ്മളടുത്ത് ഇവിടെ ചോദിച്ചത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ടെക്നിക്സ് ദ എംബ്രിയോ ആർ ട്രാൻസ്ഫേർഡ്? എംബ്രിയോ ട്രാൻസ്ഫർ ചെയ്യുന്ന ടെക്നിക്കാണ് ചോദിച്ചത്. ടു അസിസ്റ്റ് ദോസ് ഫീമെയിൽസ് ഹു കനോട്ട് കൺസീവ് ആണ്. എംബ്രിയോ ട്രാൻസ്ഫർ ചെയ്യുന്നത് ആയതുകൊണ്ട് യെസ്, സിഫ്റ്റും IUTയും പറയാം. സൈഗോട്ട് ഇൻട്രാഫെലോപ്പിയൻ ട്യൂബ് ട്രാൻസ്ഫർ ആൻഡ് ഇൻട്രാ യൂട്രൈൻ ട്രാൻസ്ഫർ, ഇത് രണ്ടുമാണ് എംബ്രിയോ ട്രാൻസ്ഫർ ടെക്നിക്സ് ആയിട്ട് ഇവിടെ ഉള്ളത്. ഓക്കെ, ആൻസർ ഇസ് ഫോർത്ത് ഓപ്ഷൻ. Whereas ഇത് തെറ്റല്ല. If a female cannot conceive, which is the technique that you have to give എന്ന് പറഞ്ഞാൽ ICS ചെയ്തിട്ട് സിഫ്റ്റ് ചെയ്യാം. പക്ഷെ നിങ്ങൾ ആലോചിക്കണം, ഇവിടെ എംബ്രിയോ ട്രാൻസ്ഫർ ടെക്നിക്സ് എന്ന് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞതുകൊണ്ട് എംബ്രിയോ ട്രാൻസ്ഫർ ടെക്നിക്സ് മാത്രം ആലോചിച്ചാൽ മതി, which is SIFT and IUT. Question, which of the following is not an attribute of population? അയ്യോ, ഇത് നിങ്ങൾ ശരിക്കും പറഞ്ഞാല് യു ഹാവ് ടു ഡു ഇറ്റ്. പിന്നെ നമ്മുടെ ഓർഗാനിസം ആൻഡ് പോപ്പുലേഷനിൽ ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ഇതിലെ ബാക്കി ഓപ്ഷൻസ് എല്ലാം നമുക്ക് സിമിലർ ആയതുകൊണ്ടാണ് ഇപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്. അതിന്റെ സെക്സ് സ്പീഷ്യസ് ഇന്ററാക്ഷൻ ഒക്കെ വന്നിട്ടുണ്ട്. സോ യു ഡോണ്ട് ഹാവ് ടു ആക്ച്വലി ചെക്ക് ദാറ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ്, മാച്ച് ദ ലിസ്റ്റ് 1 and 2. നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വോൾഡ് എൻട്രിയോസ് ഫ്രോം ത്രൂ സെർവിക്സ് ഇസ് ബ്ലോക്ക്ഡ്. A1 വരുന്ന ഒറ്റ ഓപ്ഷൻ ഉള്ളൂ. ആൻസർ ഇസ് 1. IUD, phagocytosis of sperm in uterus. Vasectomy, removal of vas deferens. Tubectomy, removal of fallopian tube. Answer is first option. Next, venereal diseases can spread through. Choose the correct answer from the option given below. Yes, നമുക്ക് നോക്കാം. Venereal diseases can spread through using sterile needles. ഒരിക്കലുമില്ല. Transfusion of blood from infected person. Yes.
HIV ഹെപ്പറ്റൈറ്റിസും അങ്ങനെ സ്പ്രെഡ് ചെയ്യാൻ പറ്റും. ഇൻഫെക്റ്റഡ് മദർ ടു ഫീറ്റസ് സ്പ്രെഡ് ചെയ്യാൻ പറ്റും. കിസ്സിംഗ് സ്പ്രെഡ് ചെയ്യില്ല. ഇൻഹെറിറ്റൻസ് ഒരിക്കലും ഇല്ല. കറക്റ്റ് ആൻസർ ഫ്രം ദ ഓപ്ഷൻ ഗിവൻ ബിലോ ഇസ് B and C only. Answer is B option. Next, which one of the following is an example of hormone releasing IUD? Yes, നമുക്കറിയാം LNG-20 ആണ് ഹോർമോൺ റിലീസിംഗ് IUD വരിക. 22 reproductive health. Lipis loop is a type of contraceptive used as. Lipis loop is a type of contraceptive used as non-medicated IUD. Answer is fourth option. Next, 23 question aanu. Which one of the following common sexually transmitted disease is completely curable when detected early and treated properly? Which one of the following common sexually transmitted disease is completely curable when detected early and treated properly? നമുക്കറിയാം which is yes, ഇവിടെ ഒരിക്കലും HIV പറ്റില്ല, ഹെർപ്പസ് പറ്റില്ല, ഹെപ്പറ്റൈറ്റിസ് പറ്റില്ല. It's gonorrhea which is treatable. Question number 71 പറയണ്ട. Match list 1 and 2. STD അല്ലാതെ ഹെർപ്പസ് ഉണ്ടാവും, പക്ഷെ ജെനിഷ്യൽ ഹെർപ്പസ് എന്ന് പറയുന്നത് STD ആയിട്ട് മാത്രമേ വരത്തുള്ളൂ. വി ആർ ടോക്കിംഗ് അബൌട്ട് ജനൈറ്റൽ ഹെർപ്പസ്. അവിടെ ഹെർപ്പസ് സിംപ്ലെക്സ് അല്ലെങ്കിൽ ഹെർപ്പസിന്റെ ചെറിയ പാപ്യൂൾസ് ഉണ്ടാവുന്ന ജനൈറ്റൽ റീജിയനിലാണ്. ഹെർപ്പസ് സിംപ്ലെക്സ് എന്ന് പറയുന്ന വൈറസിന് ഹെർപ്പസ് സിംപ്ലെക്സ് എന്ന് പറയുന്ന ഒരു അസുഖം ഉണ്ടാക്കാൻ പറ്റും. ഇത് നോർമലി നമ്മുടെ ബോഡിയിൽ ചിക്കൻ ബോക്സ് പോലെ അല്ല, എന്നാലും അതിന് സിമിലർ ആയിട്ടുള്ള പാപ്യൂൾസ് ഉണ്ടാക്കുന്ന ഒരു അസുഖമാണ്. പക്ഷെ ജനീഷ്യൽ ഹെർപ്പിക്സ് എന്ന് പറയുന്നത് ഒരു different thing ആണ്. If you are getting herpes on the genital region only by STI. ശരിക്കും ഹണി ബീക്ക് ഷുഗർ വരുമോ? ഇല്ല. ഷുഗർ വന്ന ചത്ത ഒറ്റ ഹണി ബീ ഇല്ല, ഇവനല്ലാതെ. നോക്കാം. വാസെക്ടമി സർജിക്കൽ മെത്തേഡ് ആണ്. കോയിറ്റസ് ഇന്ററപ്റ്റസ് എന്ന് പറയുന്നത് നാച്ചുറൽ മെത്തേഡ് ആണ്. സെർവൈക്കൽ ക്യാപ് ബാരിയർ മെത്തേഡ് ആണ്. സഹേലി ഓറൽ മെത്തേഡ് ആണ്. സോ D1 വരുന്നു. ആൻസർ ഇസ് തേർഡ് ഓപ്ഷൻ. തേനീച്ച സാധാരണ പണിയെടുക്കാറുണ്ട്. ഷുഗർ അടിച്ചിട്ട് അവിടെ കിടന്ന് ഉറങ്ങിയിട്ടുണ്ടാവും നീ. ഹൈ റേറ്റ് ഓഫ് മെറ്റബോളിസം. Given below are two statements. One is labeled as assertion and the other is labeled as reason. Okay, നമുക്ക് നോക്കാം. Amniocentesis for sex determination is a strategy of reproductive child health care program. ഒരിക്കലും അല്ല. അമ്നിയോസിന്തസിനെ ബാൻ ചെയ്യുന്നതാണ് ഒരു സ്ട്രാറ്റജി. ഒരിക്കലും അമ്നിയോസിന്തസിസ് ഒരു സ്ട്രാറ്റജി അല്ല. സെക്സ് ഡിറ്റർമിനേഷൻ ഒരിക്കലും ഒരു സ്ട്രാറ്റജി അല്ല. RCH പ്രോഗ്രാമിന്റെ ബാനിങ് ഓഫ് സെക്സ് ഡിറ്റർമിനേഷൻ ബൈ അമ്നിയോസിന്തസിസ് ആണ് സ്ട്രാറ്റജി വരിക. Ban on amniocentesis checks the increasing menace of female feticide.
എന്ന് പറഞ്ഞാൽ ഫീമെയിൽ ഫീറ്റിസൈഡ് എന്ന് പറയുന്ന പ്രശ്നത്തിന്റെ പ്രോബ്ലത്തിന് ഇൻക്രീസിംഗ് റൈസ് ഓഫ് ഫീമെയിൽ ഫീറ്റിസൈഡിനെ ചെക്ക് ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞാൽ കുറയ്ക്കാൻ പറ്റിയ ഒരു മെത്തേഡ് ആയിരുന്നു ബാനിങ് ഓഫ് അമിയോസിന്തസിസ്, വിച്ച് ഇസ് റൈറ്റ്. അസർഷൻ ഈസ് ഫാൾസ്, റീസൺ ഈസ് ട്രൂ, ആൻസർ ഈസ് ഫസ്റ്റ് ഓപ്ഷൻ. 24ലെ ക്വസ്റ്റ്യൻ ആണ്. സോ വി ആർ ഓൺ ടു എ ക്ലോസിംഗ് ടൈം എന്ന് പറയാം. Match list 1 and 2. Non-medicated IUD, a slippy slope. A3 വരുന്ന രണ്ട് ഓപ്ഷൻസ് ആണുള്ളത്. കോപ്പർ റിലീസിംഗ് IUD, multiload 375. Hormone registering is LNG20. Implant is progesterone just. So we can say like B1, C4, answer is second option. Which of the following is not a natural or traditional contraceptive method? Lactational amenorrhea ആണ്, coitus interruptus ആണ്, periodic abstinence ആണ്. Not what, answer is yes. Traditional method എന്ന് പറയുന്നത് natural method of contraceptive ആണ്. Answer is second option. 2025ലെ ക്വസ്റ്റ്യൻ ആണ്. കുറച്ച് ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്. 2025 ആകെ മൊത്തം ട്രിക്കി ക്വസ്റ്റ്യൻസിന്റെ ഒരു കളീടമായിരുന്നു. അപ്പോൾ ദേ നമ്മുടെ 2025ൽ ചോദിച്ച ഒരേ ഒരു റീപ്രൊഡക്റ്റീവ് ഹെൽത്തിലെ ചോദ്യമാണ്. ദ ഡസൻ മീൻ ലൈക്ക് യു വിൽ ഓൺലി ഗെറ്റ് വൺ ക്വസ്റ്റ്യൻ. നമുക്കറിയാം ഒരുപാട് ചാപ്റ്റേഴ്സ് ഓൺ ഗോയിങ് ആയിട്ട് ഡിലീറ്റഡ് ഒക്കെ, ഇപ്രാവശ്യം പർട്ടിക്കുലർലി ഡിലീറ്റഡ് അല്ല. അതുകൊണ്ട് തന്നെ ചില ചാപ്റ്റേഴ്സ് ഇപ്പൊ നമ്മൾ ഒരു പ്രാവശ്യം ഒരു ക്വസ്റ്റ്യൻ കാണുന്നു തന്നെ നെക്സ്റ്റ് ടൈം ലൈക്ക് യു ക്യാൻ ഗെറ്റ് 2 to 3 ക്വസ്റ്റ്യൻസ്. വി കനോട്ട് സേ ലൈക്ക് നോ. അപ്പോൾ 2 to 3 ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ചാപ്റ്റർ ആണ്. ദിസ് വാസ് ദ ക്വസ്റ്റ്യൻ ഫ്രം 2025. What are the potential drawbacks in adoption of the IVF method? നമ്മുടെ ക്ലാസ്സിൽ എല്ലാവരും ചെയ്തിട്ടുണ്ട്. ഹൈ ഫെർട്ടിലിറ്റി റിസ്ക് ഓഫ് മദർ. അമ്മയ്ക്ക് ഫെർട്ടിലിറ്റി റിസ്ക് ഉണ്ടോന്ന് ചോദിച്ചാൽ ഇല്ല. അമ്മ മരിച്ചു പോകുന്ന പറയുന്ന പ്രശ്നമൊന്നും ഒരിക്കലും IVF പ്രോഗ്രാമിന് ഉണ്ടാവാറില്ല. എക്സ്പെൻസീവ് ഇൻസ്ട്രുമെന്റ്സ് ആൻഡ് റിയേജൻ ഈസ് a potential drawback. ആൾക്കാർക്ക് എല്ലാം ആക്സസ് ചെയ്യാൻ പറ്റില്ല. ഹസ്ബൻഡ് ഓർ വൈഫ് നെസസറി ഫോർ ബീയിങ് ഡോണേഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് റിയലി നെസസറി. ഹസ്ബൻഡോ വൈഫോ തന്നെ ഡോണർ ആണോന്നൊന്നുമില്ല. വി ക്യാൻ ആക്ച്വലി അക്സെപ്റ്റ് ഇറ്റ് ഫ്രം അതർ പീപ്പിൾ ഓൾസോ. ലെസ് അഡോപ്ഷൻ ഓഫ് ഓർഫൻസ്, യെസ്. കാരണം നമുക്ക് ആർട്ട് പ്രൊസീജിയർ വന്ന് കുട്ടികൾ ഉണ്ടാവുമ്പോൾ ഓഫ് കോഴ്സ് വി ഡോണ്ട് ഗോ ഫോർ അഡോപ്ഷൻ, അല്ലെ? അപ്പം അതൊരു സോഷ്യൽ ആയിട്ടുണ്ടായ ഒരു ഡ്രോബാക്ക് ആണ്. ലെസ് അഡോപ്ഷൻസ് ഉണ്ടായിട്ടുണ്ട്. Not available in India, തെറ്റാണ്. It's available in India. Possibility that the early embryo does not survive എന്ന് പറയുന്നതും ശരിയാണ്. ഏർലി എംബ്രിയോ സർവൈവൽ കുറവാണ്. Fine. So yes, B, D and F. Answer is first option. Set അല്ലേ? അപ്പോ ഏറ്റവും കിണ്ണം കാഴ്ച ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഏറ്റവും അവസാനം ഡിസ്കസ് ചെയ്തത്. അപ്പോ എല്ലാവർക്കും നമ്മുടെ PYQ സീരീസ് ഭയങ്കര യൂസ്ഫുൾ അല്ലായിരുന്നോ? ഇനി ഞാനൊരു കുഞ്ഞു ടിപ്പ് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് വൈൻഡ് ചെയ്യാൻ പോകുന്നത്. സോ ആസ് വി ഓൾ നോ, നമ്മൾ നീറ്റിന് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു ബിഗ് ഡിഫിക്കൽട്ടി ആണ്. യു ആർ ഗെറ്റിംഗ് മോർ നെഗറ്റീവ്സ് ഫോർ ബയോളജി കമ്പയർഡ് ടു ലൈക്ക് യു ആർ ഗെറ്റിംഗ് ലെസ് നെഗറ്റീവ്സ് ഫോർ ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി ലേറ്റർ. കാരണം ആദ്യമൊക്കെ നമുക്ക് കെമിസ്ട്രി ഫിസിക്സും ഭയങ്കര പാടായി ടഫായിട്ടൊക്കെ ഇരുന്നിട്ട് അവസാനം നമ്മൾ പഠിച്ചൊപ്പിച്ചെത്തുമ്പോൾ ഫിസിക്സും കെമിസ്ട്രി നെഗറ്റീവ് ഒന്നും ഇല്ല, പക്ഷെ ബയോളജിയിൽ തുരുതുരാ നെഗറ്റീവ്. ബയോളജിയുടെ മാർക്ക് ചടപടാന്ന് കുറയുന്നു, അല്ലെ? അപ്പൊ ഇതിന് നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു ടിപ്പാണ്. ഫോർ എവറി എക്സാം യു ക്യാൻ അപ്ലൈ ഇറ്റ്. ഫസ്റ്റ് തിങ് ഇസ് ലൈക്ക് why we actually get this much of negative. നമുക്ക് എന്തുകൊണ്ട് ഇത്രയും സില്ലി ക്വസ്റ്റ്യൻസ് ഉണ്ടാവുന്നു?
ശരിക്കും പറഞ്ഞാല് ഇതിനെ സില്ലി മിസ്റ്റേക്ക് ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്തിട്ടില്ല. എവറി മാർക്ക് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ നീറ്റ്. നീറ്റിന് എല്ലാ മാർക്കും ഇമ്പോർട്ടന്റ് ആണ്. സോ ഇഫ് യു ആർ ഗെറ്റിംഗ് സംതിങ് ആസ് എ സില്ലി മിസ്റ്റേക്ക്, അതൊരിക്കലും നീറ്റിന് നിങ്ങൾക്ക് കൗണ്ട് ഡൗൺ ആവാൻ പോകുന്നില്ല. ആൻഡ് ബയോളജിക്ക് ഫുൾ മാർക്ക് കിട്ടുക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സംതിങ് എവ്രി വൺ സ്കോർ. അപ്പൊ നിങ്ങൾക്ക് ബയോളജിയിൽ ഒരു മാർക്ക് കുറഞ്ഞിട്ട് നിങ്ങൾ ഫിസിക്സിൽ ഒന്ന് ഗെയിൻ ചെയ്തു എന്ന് പറഞ്ഞാൽ എഫക്റ്റീവ്ലി നിങ്ങൾക്ക് അതുകൊണ്ട് വലിയ യൂസ് ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല. ബിക്കോസ് ഇറ്റ്സ് ഓൾ മാർക്ക് അല്ലേ, ഇതെല്ലാം മാർക്കാണ്. ആൻഡ് ബയോളജി കുറച്ചിട്ട് അതിന് ഫിസിക്സിൽ പിടിച്ചിട്ട് കാര്യമില്ല. അപ്പൊ ബയോളജിയിൽ നമുക്ക് അറിയാവുന്ന സാധനം തെറ്റിക്കാതിരിക്കാൻ വി ഹാവ് ടു ആക്ച്വലി സ്ലോ ഡൗൺ എ ബിറ്റ്. നമ്മൾ ടൈം സേവ് ചെയ്യാൻ വേണ്ടി ഒരുപാട് ഫാസ്റ്റ് ആവുമ്പോൾ ചിലപ്പോ ഒക്കെ നമുക്ക് ആ ഒരു സില്ലി മിസ്റ്റേക്ക് വരും. ഈ സ്ലോ ഡൗൺ അങ്ങനെ എവിഡന്റ്ലി സ്ലോ ഡൗൺ ചെയ്ത് പതുക്കി ഇരുന്ന് വായിക്കണം എന്നല്ല. വൺ ടിപ്പ് ഇസ് കീപ് യുവർ പെൻസിൽ പോയിന്റ് ഇൻ യുവർ ക്വസ്റ്റ്യൻ. എന്നിട്ട് എപ്പോഴും നിങ്ങളുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡ്രോബാക്ക് ആണ് ഇവിടുത്തെ കീവേഡ്. കീവേഡിനെ മാർക്ക് ചെയ്യാൻ വിട്ടുപോകരുത്. ക്വസ്റ്റ്യൻസിൽ ഓൾവേസ് മാർക്ക് കീവേഡ്. ഫസ്റ്റ് ടിപ്പ്. Second tip is, after every difficult question, take a pause, take a breath, then go to the next question. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് ആ ക്വസ്റ്റ്യനെ നമ്മളൊരു ഭയങ്കര ഒരു എക്സൈറ്റഡ് ഒരു ഹാർട്ട് ബീറ്റിലാണ് നമ്മൾ എക്സാം എഴുതുക. ദാറ്റ് ഇസ് വൈ എപ്പോഴും നമ്മൾ എക്സാംസ് പ്രാക്ടീസ് ചെയ്ത് തന്നെ നീറ്റിന് പോകണം എന്ന് പറയുന്നത്. കാരണം നമുക്ക് എക്സാം എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഹാർട്ട് പാൽപിറ്റേറ്റ് ചെയ്യും. ആ പാൽപിറ്റേഷൻ കുറച്ചൊന്ന് കുറയ്ക്കണം, ആ ഒരു എക്സൈറ്റേഷൻ കുറച്ചൊന്ന് കുറയ്ക്കണം. ഫോർ വിച്ച് ആഫ്റ്റർ എ ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ഓൾവേസ് ടേക്ക് എ പോസ്, breathe, relax, go to the next question. ആ ക്വസ്റ്റ്യൻ കളഞ്ഞേച്ച് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാൻ നമുക്ക് പറ്റണം. ആൻഡ് ഇഫ് യു ആർ കൺഫ്യൂസ്ഡ്, ഡോണ്ട് ആൻസർ ഇറ്റ് റൈറ്റ് അവേ, മാർക്ക് ഇറ്റ്, ലീവ് ഇറ്റ്, കം ലേറ്റർ ഓൺ. ഓക്കെ, മാർക്ക് ചെയ്ത് ലീവ് ചെയ്യുക. ഒരുപാട് നേരം വായിച്ച് 2 പ്രാവശ്യം വായിച്ചിരിക്കേണ്ട കാര്യമില്ല. മാർക്ക് ചെയ്യുക, ലീവ് ചെയ്യുക, കം ആഫ്റ്റർ സം ടൈംസ്. ഓക്കെ, അപ്പോ അടിപൊളിയായിട്ട് നിങ്ങൾ എല്ലാവരും നീറ്റിന് കിടിലായിട്ട് പ്രിപ്പയർ ചെയ്യുക. നമുക്ക് ഇനിയും വേറെ ടോപ്പിക്സിന്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷനുമായിട്ടൊക്കെ കാണാം. അപ്പൊ എല്ലാവരും ഇവിടെ തന്നെ കാണണം. സി യു. Bye bye. Thank you.